നോർമൽ ഡെലിവറി ആണ് ആ പെൺകുട്ടിക്ക് നടക്കുന്നതെങ്കിൽ അന്ന് മുതലേ ആ ഉമ്മാനോടായിരിക്കും ആ കുട്ടിക്ക് സ്നേഹം കൂടുക. ദൈവത്തിന് സ്തോത്രം അവർ പറയണില്ല. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈശോ ദൈവത്തിനാണ് ഒരു സ്തോത്രം പറയുന്നത്. ഇല്ല, ഒന്ന് വീഴാൻ പോയാലേ നമ്മളെ ഖുറാഫികൾ ബദ്രീങ്ങളെന്ന് വിളിക്കുന്ന പോലെ ഒരു ഈശോനെ വിളിക്കുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ സി എമ്മിന്റെ അടുത്തല്ലേ എത്തിയുള്ളൂ, നിങ്ങൾ ഒരാളുടെ അടുത്തും കൂടി എത്താണ്ടായിരുന്നു അടുത്ത് തന്നെ എങ്ങനെ കോയക്കാക്കാന്റെ അടുത്ത്. ആ സാധുവിന് മൊത്തം പിന്നാമ്പെയായിരുന്നു. കല്യാണം കഴിയാൻ പോകുന്ന, കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന, തെറ്റിയും കൊണ്ട് കിടക്കുന്ന എല്ലാ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് സ്പിരിച്വലായിട്ട് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഇപ്പൊ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലെവലാണ്. ഒന്ന് കനസ്തെറ്റിക്, അതേമാതിരി തന്നെ ഓഡിറ്ററി, പിന്നെ ഒന്ന് വിഷ്വൽ. ഈ 3 കാറ്റഗറി പെട്ടുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വർത്താനം പറയണമെന്നൊക്കെ അവരുടെ ഒരു ആരാധനാമൂർത്തിയാണ് ഒരു പരമശിവൻ. പരമശിവൻ 2 കണ്ണുകൊണ്ടേ നോക്കുള്ളൂ. 3ാമത്തെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ അക്കട് കത്തിപ്പോവും. അപ്പൊ എന്താണ് ഖുറാഫികളെ പരമശിവനോ? സൗദി അറേബ്യയിൽ നിന്നാണ് എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്, ഇസ്ലാമിക വിദ്യാഭ്യാസം വ്യക്തമായിട്ട് കിട്ടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം പഠിക്കുന്നത് ഞാൻ ഈ സൗദി അറേബ്യയിൽ പോയിട്ടാ. അത് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചെന്ന് സമസ്ത മദ്രസ ഈക്കെ മദ്രസ ഞാൻ പഠിച്ചിരിക്കുന്നത്. അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല, അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അല്ല എന്താടോ അള്ളാഹ് തന്നെ, ഇലാഹ് എന്താണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് മൊയന്തൗലിയാണിത്. ഈ 2000-ന് ശേഷമുള്ള കുട്ടികളെ ഓല് നമ്മൾ ചിന്തിക്കുന്ന ചിന്തയല്ല ചിന്തിക്കുക, ഓല് മറ്റൊരു റേഞ്ചിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ പണിയൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ എത്രയും മക്കൾ ഇന്നുണ്ട്. ഹലോ, മൻസൂർ അല്ലേ? അതെ, എന്റെ പേര് ഇബ്രാഹിം, ഞാൻ പാങ്ങുന്നാ വിളിക്കുന്നത്. പാങ്ങ് നമ്മളെ അഹമ്മദ്കുട്ടി മുസ്ലിയാരുണ്ടല്ലോ, പാങ്ങിൽ അഹമ്മദ്കുട്ടി മുസ്ലിയാര് നമ്മളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അവിടെയും ഇവിടെ ഇതൊക്കെ ഈ യാറ പൂജയൊക്കെ തുടങ്ങുന്ന പരിപാടി ഉണ്ട്. ഞാൻ വിളിച്ചത് നമ്മളെ സി എം മടവൂരിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു ഒരു അയാളുണ്ടായിരുന്ന കാലത്ത്. ഞാനും എന്റെ ഉമ്മയും പിന്നെ ഭാര്യ മൂത്ത പെങ്ങളും പാടെ ഇങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ട്. അപ്പൊ ഷെയ്ഖിനെ പോയി കാണാൻ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ജീപ്പ് എടുത്ത് പോയതായിരുന്നു. അങ്ങനെ പോയി കണ്ടിട്ട് അപ്പൊ ഉമ്മാക്ക് ചെറിയ അസുഖം ഉണ്ടായിരുന്നു, ഊരൊക്കെ വേദനയാണെന്ന് പറഞ്ഞാണ് ഉമ്മ. അപ്പൊ അയാൾ പറഞ്ഞു ഊരൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ പെങ്ങൾക്ക് എന്തോ ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു ഹാർട്ടൊന്നും വേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ പോകാൻ കാരണം എന്റെ അനുജൻ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്ന് 2ാം വർഷമാണ്. അല്ല ഇബ്രാഹിം സാഹിബേ, ഇബ്രാഹിം എന്നല്ലേ പേര് പറഞ്ഞേ? ഇബ്രാഹിം സാഹിബേ, അപ്പൊ ഉമ്മാക്ക് തല വേണ്ട, പെങ്ങൾക്ക് ഹൃദയം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് എന്താ പ്രശ്നം എന്നുള്ളത്? അല്ല, ഞാൻ അവിടെ പിന്നെ ഒരു ഷെയ്ഖിന്റെ അടുത്ത് ആദ്യമായിട്ട് കാണാൻ പോണ ഒരു പാർട്ടിയാണ്. ഇത് എന്താ ഷെയ്ഖ് എന്നുള്ള അറിയാനുള്ള അപ്പൊ എന്തായാലും പോയപ്പോ മനസ്സിലായി സംഭവം വട്ടാണെന്ന്. അതായത് അതിലേറെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്, ഞാൻ ഗൾഫിലായതുകൊണ്ട് എനിക്ക് കാലിന് വാരിക്കോസിന്റെ പിന്നെ അസുഖം ഉണ്ടായിരുന്നു, നേരമ്പ് ചൂറല്. അപ്പൊ ഞാൻ പിന്നെ തബൂക്കിലായിരുന്നു. തബൂക്കിൽ നിന്ന് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ. അതിന് ശേഷമാണ് ഉമ്മാനെയും കൂട്ടുകാണ്ട് ഇയാളടുത്ത് പോണത്. അപ്പൊ അവര് പിന്നെ അവിടെ ചെന്ന് പറഞ്ഞു, എല്ലാവർക്കും പറഞ്ഞപ്പോ ഇവനിങ്ങനെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജില്. അപ്പൊ അയാള് പറയാ ആരെങ്കിലും ചെയ്യോ, വിഡ്ഢികളല്ലേ, കാല് മുറിച്ച് കളിയില്ലേ, മരിച്ചുപോലെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഉമ്മ പറഞ്ഞു എനിക്ക് അജാണ്ട് പോകണ്ട, ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ പറഞ്ഞ് മുടക്കി, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഗൾഫിൽ പിന്നെ തബൂക്ക് തന്നെ പിന്നെയും പോയി. അവിടെ ഞാൻ അറിയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലിൽ. ഞാളെ കൊണ്ട് അത് ചെയ്യിച്ചു. അത് ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഞാൻ അങ്ങനെ ചെയ്തിരിക്കണം, ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കണം ആ ചെയ്തതിന് ശേഷം ഇപ്പോഴും. അപ്പൊ ഈ ഒരു കാര്യം ഇവരോട് പറയുമ്പോ ഇവൽക്കാർക്കും പിടുത്തം കിട്ടുന്നില്ല. പെങ്ങൾ ഉണ്ടായിരുന്നു, പെങ്ങൾക്ക് കുറെ ചെറുപ്പത്തിൽ തന്നെ ഈ ഹാർട്ടിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇവൾക്കത് ഹാർട്ട് വേണ്ടാന്നും പറഞ്ഞു കണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. അത് ചെരിഞ്ഞിങ്ങനെ കിടന്നു കണ്ട്. അപ്പൊ ഈ മടവൂരിന്റെ കിസ് അങ്ങനെ കേൾക്കുമ്പോ അതിന്റെ പിന്നാലെ പോണ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഒരു സംശയം. അപ്പൊ പെങ്ങൾക്ക് ഹാർട്ട് വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ അവസ്ഥ എന്തായിരുന്നു? ആ പഴയമാർക്ക് തന്നെ. അതിന് പ്രത്യേകിച്ച് അവളെ പിന്നെ നമ്മളെ മറ്റേ ഉടുപ്പിയിലൊരു മറ്റേ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടെ കൊണ്ട് അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിച്ചു കൊണ്ടുവന്നു. പിന്നെ ശരി, ഉമ്മ പിന്നെ മരിച്ചുപോയി ഇപ്പൊ അടുത്ത കാലത്ത്, കുറച്ച് 8-10 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഇനി എനിക്കൊരു സംശയം കൂടി. നിങ്ങൾ പോകുമ്പോ ഏകദേശം ഇയാൾക്ക് എത്ര പ്രായമുണ്ട്? അതായത് മരിക്കണേന്റെ എത്ര മുമ്പായിട്ടാ പോണ്?
ഞാനൊരു 85-ന്റെ അടിയിൽ, 80-85-ന്റെ അടിയിലാ. 80-85-ന്റെ അടിയിൽ. അപ്പൊ ആ. മമ്മൂട്ടി മൂപ്പന്റെ കൂടെ എത്തി കുറച്ച് ആയപ്പോഴാണ് നിങ്ങൾ പോണത്. അയാളവിടെ കിടക്കാണ്, ചെരിഞ്ഞിങ്ങനെ കിടക്കാണ്. കിടക്കാണ് ആ ഞാൻ സമയത്ത്. നേരിട്ട് ആ നേരിട്ട് കണ്ട. സമയത്തെ മൂപ്പരുടെ കാലില് മുറിവുണ്ട്, ആയിട്ടില്ല അല്ലേ? അല്ല, ഞാൻ അങ്ങനെ ഇതിപ്പോ വലിയൊരു സംഭവമായിട്ട് കാണില്ല. ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ക്കിന് ആദ്യമായിട്ട് കാണില്ല. അപ്പൊ വലിയ ഭവ്യതയോടെ ഉമ്മയൊക്കെ പറഞ്ഞിട്ട് അയാളെ പോയി കാണുന്നത് ഞാൻ. എനിക്കത് ഒരു അതിർപ്പായിട്ടുള്ള സംഗതിയല്ലേ. അത് മറ്റൊന്നല്ല, ഈ വഹാബികളെ ഇടയിൽ ജീവിച്ച പോലെ ചോറ് നിന്നിട്ട് ആ ഒരു വഹാബിസം കുറച്ച് പിടിപെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സംഭവിച്ചത്. അൽഹംദുലില്ലാ. എനിക്കത് അങ്ങനെ പിടിപെട്ട് വലിയ, ഞാൻ എന്റെ ഭാര്യ പോന്നിരുന്നു. ഇപ്പൊ ഒക്കെ മാറി, ഇപ്പൊ വളരെ അൽഹംദുലില്ലാ വഴിക്കൊന്നും ചിന്തിക്കണില്ല അവള്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്കിങ്ങനെ ഇതിങ്ങനെ നിങ്ങളെ വീഡിയോകൾ കേൾക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. CM-ന്റെ കാര്യം കഴിഞ്ഞിക്കണോ? അത് കട്ടപ്പുറത്തായി. മൂല്യന്മാരനപ്പൊ CM-നെ കുറിച്ച് മുണ്ടണില്ല ഇല്ല എന്നുള്ള ഉറപ്പ് തന്നെയല്ലേ. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഞാന് ഉമ്മ പറഞ്ഞിട്ട് പിന്നെ അഞ്ചന്റെ കെയർ ഓഫിലാണ് ചെയ്ത്, പിന്നെ ഇതൊക്കെ ഒപ്പിച്ചെടുത്തത്. എന്നിട്ടും ചെയ്യാനച്ചില്ല മോനെ. എന്നിട്ട് ഞാൻ എന്നിട്ടും ഇവരോട് പറയാതെ തബൂക്ക് പോയി കണ്ട് ഞാൻ തന്നെ ആരും അറിയാതെ ചെയ്യിച്ച്, അത് കഴിഞ്ഞ ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചെയ്തത്? അല്ലല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ ഇതുണ്ട്. നമ്മളൊരു നോർത്ത് ഇന്ത്യക്കാരൻ ഡോക്ടർ. ഹൗസ് ഡ്രൈവർ ആയിരുന്നോ? ഇല്ലല്ല, ഞാൻ അവിടെ ഒരു പിന്നെ ഈ ഇലക്ട്രിക്കൽ ഷോപ്പില് പിന്നെ സെയിൽസ്മാൻ ആയിട്ട്. അപ്പൊ എങ്ങനെ പിന്നെ ഫ്രീ ചികിത്സ കിട്ടുമോ? അന്നത്തെ കാലത്ത് കിട്ടും. മുമ്പേ ആണല്ലോ. ഇപ്പൊ അവർക്ക് ഇൻഷുറൻസ് ഉള്ളവർക്കൊന്നും ഫ്രീ ചികിത്സ അല്ല. ഇല്ല, അത് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്ന് പിന്നെ ഒരു ടൗണിൽ നിന്ന് ഒരു ടൗണിലേക്ക് പോകണമെങ്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനത്തെ കാലത്തായിരുന്നു. 80-ന്റെ ശേഷമാണ്, 85-ന്റെ ലെവലിലാണ്. ഈ ഗദ്ദാമ, ഹാരിസ്, സൈഹാസ്, അങ്ങനെ ഹൗസ് മെയ്ഡ് ടീമിനൊക്കെ ഇപ്പോഴും ഫ്രീ തന്നെയാണ്. ഉണ്ട്. പിന്നെ വീട്ടിലത്തെ ജോലിക്കാരല്ലേ. അതെ. അപ്പൊ അറബിയൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റിയാദിൽ ഉണ്ടായിരുന്നു. റിയാദില് അയ്യർ റയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽമിജിദാർ എന്ന് പറഞ്ഞിട്ടൊരു കർബൈ സബ്ബ കടയില് അതിന്റെ കെയർ ഓഫിൽ വർക്ക് ഞാൻ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് സബ്ബാക്കില്ല, അത് ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ കാണുമ്പോ എനിക്ക് പഠിച്ചോനെ എനിക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാണല്ലോ എന്നും പറഞ്ഞു കണ്ട് നിങ്ങളിങ്ങനെ വിളിക്കാം. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോ വേറെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ CM-നെ നിങ്ങൾ കണ്ട സമയത്ത് താടി മീശയൊന്നും ഇല്ലല്ലോ? താടിയില്ല, മീശയില്ല, ആപ്പാടെ ഒരു രോമില്ലാത്തൊരു മനുഷ്യൻ. തലയിലിന്റെ അത് കൊഴിഞ്ഞു പോയതല്ല, പഠിച്ചളഞ്ഞ തന്നെയാണ്. അതെനിക്ക് അറിഞ്ഞൂടാ. ഈ CM-ന് താടി മീശയൊക്കെ ഉണ്ടായിരുന്നു. അതെ. പുലിമേദീനെ കാണുന്നതിന്റെ മുമ്പേ ബാക്കിയാത്തു സ്വാലിയാത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ താടി മീശയൊക്കെ ഉണ്ട്. ഇയാള് EK അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനൊക്കെ ആയിരുന്നേ. അതെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇയാളെ കാണുന്ന ഇങ്ങനത്തെ സെറ്റപ്പിലാക്കാണ്. ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനത് വേണ്ട, നമുക്ക് നിങ്ങൾക്ക് പിന്നെ എന്താണ് ഹാർട്ട് വേണ്ട, അല്ലെങ്കിൽ ഊര വേണ്ട എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ പറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഞാൻ വേറെ ഏതോ പിന്നെ ഇത് ഈ ആളെന്നെയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം വേറെ ഒരു പിന്നെ യൂട്യൂബിലെ വീഡിയോയിൽ ഞാൻ അത് കേട്ട് ഇങ്ങനെയാണ് പറച്ചില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇയാളാണല്ലേ നമ്മൾ പോയത് എന്നുള്ളത്. അത്രയും ചെറുപ്പത്തിലാണ് പോയിക്കണം. നിങ്ങൾക്ക് രസം കേൾക്കണോ? ഇങ്ങനത്തെ ഔലിയാക്കന്മാര് ലക്ഷക്കണക്കിന് നമുക്ക് തരണ കിട്ടും ഇപ്പൊ നിലവില്. അതായത് ഏറ്റവും കൂടുതലുള്ളത് കുതിരോട്ടം, ഊളംപാറ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റിയിരിക്കരുത്. കാരണം എന്താണെന്നറിയോ, പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറയാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാള് സാധു അല്ലേ എന്ന് പറയാറുണ്ട്. മൂപ്പരല്ല നമ്മൾ പറയണത്. ഈ ഒരു മനുഷ്യനെ, അദ്ദേഹത്തിനുണ്ടായ ഒരു അവസ്ഥ അത് ചൂഷണം ചെയ്തുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാര് മൂപ്പരെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഏറ്റിപ്പിടിച്ച് പോവുകയാണ്. നിങ്ങൾ പോണ കാലത്ത് ഇത്ര തന്നെ അല്ല. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് പോയതാണ്. ഏതായാലും ഇത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ അങ്ങേപ്പുറത്തായിട്ട് എവിടേക്ക് എത്തുന്നുള്ള നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർക്കും അറിയില്ല, പോണ ആൾക്കാർക്കും അറിയില്ല. അറിയാം. ഇത് പാടി നടക്കുന്ന ആളുകൾക്ക് അറിയാം. ഓലിക്ക് ഇങ്ങനെ കുറെ പൊട്ടക്കഥകളും കെട്ടുകഥകളും ഇതുപോലെ ബ്ലണ്ടറുകളും പറഞ്ഞുണ്ടാക്കിയാലുള്ളൂ ഓല് വലിയ രാജാക്കന്മാരാകുക. അടച്ച അവർക്ക് പിന്നെ തിരുത്താനുള്ള ഒരു സമയം കൊടുത്താൽ മതിയെന്നു ഓലം കണ്ടാ പോകുന്നില്ല. ഈ ആൾക്കാർക്ക്
ആൾക്കാർക്ക് തിരുത്താന് അതിന് ഇബ്രാഹിംക്ക ഇതിലുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഈ സത്യം അറിയാം. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഇത്രയും കിതാബ് ഓതി പഠിച്ച ഈ മനുഷ്യന്മാര്, ഈ തലക്കെട്ട് കെട്ടി നടക്കുന്ന ആളുകള്, ഇവർക്കിത് വ്യക്തമായിട്ട് അറിയാ ഇബ്രാഹിം സാഹിബ്. നമുക്ക് അറിയാം. ഇപ്പൊ ഈ ആ രൂപത്തിൽ ചെയ്യുമ്പോ ബുദ്ധി അറിയാത്ത ആൾക്കാരല്ലല്ലോ ഇത് ചെയ്യണത്. അറിയാത്ത ആൾക്കാരല്ല ചെയ്യണേ, എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ മതത്തിനെയും പുണ്യപ്രവാചകനെയും എല്ലാം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര്. രസം കേൾക്കണോ? നമ്മളെ പുതിയ കാലത്തെ കുട്ടികളുണ്ടല്ലോ, പുതിയ കാലത്ത് എന്ന് പറഞ്ഞപ്പോ ഈ 2000-ന് ശേഷമുള്ള കുട്ടികള് ഓല് നമ്മൾ ചിന്തിക്കുന്ന ചിന്തയല്ല ചിന്തിക്കുക. ഓല് മറ്റൊരു റേഞ്ചിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെ പണി നോക്കിയടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ എത്രയും മക്കൾ ഇന്നുണ്ട്. വാപ്പാരെ ഇവിടെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഇപ്പൊ നമ്മളെ പള്ളിന്റെ പിന്നെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പിന്നെ മാറി ചിന്തിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല എന്നുള്ള രൂപത്തിൽ തന്നെ അതാണ് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടല്ല പോണത്, പിന്നെ ഒഴിവാക്കി കൊണ്ടാണ് പോണതേ. അത് ഒന്നുകിൽ അങ്ങേ തൽക്കാലം ഇല്ലെങ്കിൽ ഈ തൽക്കാലം. അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ നബിദിനം എന്ന് പറഞ്ഞാല്. ഒരു വിഭാഗം അത് ബിദ്അത്താന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങൾ ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ഇവര് ആള് കുറയുന്നുണ്ട്. പഴയ ആളില്ല, പക്ഷെ വിപുലമായ പരിപാടികള് ഓല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പിശാച് അതിന്റെ പിന്നാലെ കൂടി കൊടുക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പെണ്ണുങ്ങള് പള്ളിക്ക് പോകണില്ലെങ്കിലും ഇത് കാണാൻ വേണ്ടിട്ട് മരത്തിനും പിന്നെ തേരാപാര നടക്കുന്നുണ്ട്. അതെ, എത്ര നൂറ്റാണ്ടുകളായി പിന്നെ തെളിവ് തിരയാൻ തുടങ്ങിയിട്ട് ഇന്നും ഓൽക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അവസാന കാലം വരെ കിട്ടൂല. ഇപ്പോ കഴിഞ്ഞ ആഴ്ച നടന്നൊരു മുഖാമുഖത്തിൽ AP വിഭാഗം നടത്തിയ ഒരു മുഖാമുഖം, ആദർശ മുഖാമുഖം എന്ന് പറഞ്ഞിട്ട്, എന്താ ആദർശം? ഒരു ആദർശം ഇല്ലാത്ത ആളുകളുടെ ആദർശ ഇല്ലായ്മയുടെ മുഖാമുഖ. അതിൽ പറയണത് പണ്ടേ പറയുന്ന ഒരു വാദാണ്, നബിദിനത്തിന് തെളിവ് അക്കീക്കത്ത്. അത് റസൂലുള്ളാന്റെ പേരിൽ ഒരു അക്കീക്ക അറുത്തിട്ടുണ്ട്. അപ്പോ അത് അക്കീക്കല്ലേ എന്ന് പറഞ്ഞ അല്ലല്ല, റസൂലുള്ള കുട്ടിയായിരുന്നപ്പോ അറുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത് വീണ്ടും ഇറക്കണത് നബിദിനത്തിന് തെളിവാന്നാ ഓല് പറയണത്. അബൂതാലിബ് അറുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ അതെങ്ങനെ ഈ ഗണത്തിൽ പെടുക? അബ്ദുൽ മുത്തലിബ്. അപ്പോ ഇവര് മുട്ടുന്യായത്തിന് മുണ്ടമ്പടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിഴപ്പിച്ചുകൊണ്ട് നടക്കാണ്. ഇനിയിപ്പോ നിങ്ങൾ CM-ന്റെ അടുത്തല്ലേ എത്തിയുള്ളൂ, നിങ്ങൾ ഒരാളുടെ അടുത്ത് കൂടി എത്താണ്ടായിരുന്നു. അടുത്ത് തന്നെ വേങ്ങര കോയക്കാക്കാന്റെ അടുത്ത് ആ സാധുവിന് മൊത്തം പിരാന്തിയായിരുന്നു. അല്ല, വേറൊരാളുണ്ട് ഇവിടെ, അയാള് മരിച്ചുപോയി. അയാള് പിന്നെ അയാള് കാസർഗോഡായിരുന്നു. അയാൾ മരിച്ച്, അയാള് പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ മറ്റേ ഇവിടെ തൃശ്ശൂരാ ഭാഗത്ത് അവിടെ നിന്നിട്ട്. അയാൾ മരിച്ചുപോയി. അപ്പൊ ഒരു ദിവസം ഇതേമാതിരി ഗൾഫിൽ നിന്ന് പരിചയം പറഞ്ഞു, ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഉണ്ട് അവിടെ പോയി നോക്കാന്ന് പറഞ്ഞു. എന്നോട് വന്നിട്ട് പറഞ്ഞു പിന്നെ അങ്ങനെ ഷെയ്ക്ക് ഉണ്ട് നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ മലപ്പുറത്ത് ചെന്ന് അപ്പൊ ഇയാൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് കിടക്കാന്ന് കണ്ടേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോരാ, അയാൾ കള്ളനാണ് പറഞ്ഞു. ഈമാനുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയും പെട്ടെന്ന് പറഞ്ഞു. ഞാൻ രാജുവിന് പോരാ, അയാൾ കള്ളനാ, ശരിയാവില്ല, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ അതിന്റെ തിരിച്ചു പോകുന്നില്ലേ? ഈ പോണ ആളുകൾ തിരിച്ചു പോരാതെ അതിന്റെ കാലും തിരുമ്പി ഇരിക്കുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളാണെന്നറിയോ? നിങ്ങൾ മടാളെടുത്തിട്ട് വെട്ടിയിട്ടാല് പടിഞ്ഞാട്ട് വീഴാത്ത ആളുകളാണ്. അതേമാതിരി തന്നെ വേറെ കപ്പൽ സന്ദർശിക്കാൻ ബോംബെക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിന് പോയിട്ട് അവിടെ പോയി ടിക്കറ്റ് എടുത്ത പോലെ അവിടെ അതൊരു കടലിൽ കൂടി കുറച്ചാണ്ട് ഉള്ളിലേക്ക് പോയിട്ടാണ്. അല്ല, അത് കേട്ടിങ്ങനെ അവിടെ കാണാൻ പോലും പോയിക്കണ എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചിട്ടില്ല അതിനെ പറ്റിട്ട്. ട്രെയിനിൽ പോണത് അവിടേക്കായിട്ട് ട്രെയിനിൽ പോകൂല. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് അജ്മീർക്ക് ടിക്കറ്റ് എടുക്കും. അങ്ങനെ അജ്മീർക്ക് പോണ ആളുകൾ എന്ത് ചെയ്യും? മഹാരാഷ്ട്ര ഇറങ്ങും. എന്നിട്ട് ഈ ആജേലി പോയിട്ട് അവിടുന്ന് പിന്നെ അടുത്ത ട്രെയിനിന് നേരെ ജയ്പൂർക്ക് പോവുക ചെയ്യാം. ഇയാള് മരിച്ചുപോയി ഇപ്പൊ ഈ പറഞ്ഞ ആളെ. അപ്പൊ ഇയാള് ഞാൻ നേരിട്ട് കണ്ടതാണ്. വർത്താനം പറയുന്ന പിന്നെ ഇവിടെ ഒരു കട തുടങ്ങിയെന്ന് അവരൊക്കെ പോടെ. ഇയാളൊരു തുണിഷാപ്പ് തുടങ്ങിയെന്ന്. അത് ഇപ്പൊ ഇയാളെ ഇവിടെ എടുത്ത് പൂട്ടിയ നഷ്ടം വന്നിട്ടൊക്കെ പൂട്ടിപ്പോയി. അപ്പൊ ഇയാള് ഷെയ്ഖാണ് വിജയിപ്പിക്കാൻ കഴിയണ്ട ആൾക്കാർക്ക്. ഷെയ്ഖന്മാർക്ക് വിജയിപ്പിക്കാൻ കഴിച്ചെങ്കിൽ നിങ്ങൾ പോയ CM അവസാന കാലത്ത് ഷുഗർ വന്നിട്ട് അയാളെ കാലുമ്പോ മുറി ഉണ്ടായിരുന്നു. ഷുഗർ വന്ന ആൾക്കാരെ മുറി മാറുമല്ലോ, മാറ്റാൻ മൂപ്പരിക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ
കാഴ്ച കുറഞ്ഞിരുന്നു ഈ ഷുഗർ കാരണം. നരമ്പിന് ബാധിച്ച കാഴ്ച കുറവ് വരും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മരച്ചെട്ടി കിടക്കണോടത്തുനിന്ന് ഒരാളിങ്ങനെ വന്നാല് ഇയാളൊരു അടുത്തുള്ള ആളെടുത്ത് ബസീറെ ആരാ അത് കണ്ണ് പിടിക്കണില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയാക്ക് വന്നിരുന്നു. അതുപോലെ കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളിപ്പോ പാങ്ങൽ അഹമ്മദ് മരണം അങ്ങനെ തന്നെയാണ്, ഏതാണ്ടൊക്കെ വളരെ ഇറങ്ങറായിട്ടാണ്. പാങ്ങലിന് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ഈ നാട്ടിലുള്ള മൗലൂദ് കിതാബില് മുക്കാ ഭാഗം കഥയും കള്ളക്കഥയും പിന്നെ പച്ചന്തോണി എഴുതി വെച്ചിരിക്കുന്നത് ഈ പാങ്ങൽ അഹമ്മദ് കുട്ടിയാണ്. അല്ല, അയാള് മരിച്ചത് ആ രൂപത്തിൽ കൂടെ തന്നെയാണ്. അതങ്ങനെ ഓലായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് നമ്മള്. ഇത് പിന്നെ നമ്മൾ ഈ കോള് വരുന്ന സമയത്തേ സാധാരണ കോളില് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളെടുത്ത് നാട്ടു വർത്താനവും കാര്യങ്ങളും കുടുംബ വിവരങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കും. അതൊന്നും അതിൽ വരൂല. അത് നമ്മള് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പോലും തിരുത്താനൊന്നും പോണില്ല. ഒരു അനക്കോൽക്കാർക്കും ഉണ്ടാവില്ല. അതിലൊരു കാരണം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മളിപ്പോ ഈ ചെറുപ്പം മുതൽ നമ്മൾ എന്താണ് നമ്മളിപ്പോ ഞാനും നിങ്ങളും മുസ്ലിങ്ങളായത് നമ്മളെ വാപ്പിമ്മയും മുസ്ലിങ്ങളായതുകൊണ്ടാണ്. അതാണ് കൃഷ്ണൻകുട്ടിക്കും നിങ്ങൾ വല്ല ദേവസിക്കുട്ടിക്കോ ജനിച്ചിരുന്നു നിങ്ങൾ ജോസഫും ഞാന് വിനോദമായിട്ടുണ്ടാവും. ആ രൂപത്തിൽ കൂടെ പോവുള്ളൂ. അതെ. അപ്പൊ നമ്മൾ ജനിച്ചത് ഉമ്മയും വാപ്പയും മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മൾ ഇസ്ലാം മതത്തിൽ വളർന്നു, അത് പഠിക്കുകയും ചെയ്തു. പഠിച്ചു. അത് പഠിക്കുന്ന സമയത്ത് അവര് കണ്ടിട്ടുള്ളത് അവർക്ക് ഇപ്പൊ എന്റെ ഒരു വാപ്പ അമ്മ അതിന് മോൾക്ക് വല്യമ്മ വല്യപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഇസ്ലാമികമായിട്ട് വലിയ അറിവുണ്ടാവില്ല. ഓലിക്ക് പിന്നെ ഫാത്തിഹ ഓതാനറിയാം, നിസ്കരിച്ചാൻ അറിയാം, അതിന്റെ മേലേക്ക് വേണ്ടെന്നുള്ളതാണ് കാഴ്ചപ്പാട്. പഠിപ്പിക്കാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഖുർആൻ പഠിക്കാത്ത അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കാൻ പാടില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അർത്ഥറിഞ്ഞ് പഠിച്ചതാണ് ഇപ്പൊ ഇവർക്ക് പയച്ചത്. ഈ പിന്നെ CM മടവൂരൊക്കെ ഇപ്പൊ തലകുത്തി മറിഞ്ഞിരിക്കുന്നത് ഈ ഖുർആന്റെ അർത്ഥം ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയതാ. അതിന്റെ ഒരു അടിസ്ഥാനം കൂടി ഞാനൊരു ചെറിയ രൂപത്തിൽ പറയാം. ഇവിടെ ഈ വാപ്പയും ഉമ്മയും വലിയൊരു സ്ഥാനത്ത് കാണുന്ന മൊല്ലാക്കാര്, അന്ന് മൊല്ലാക്കാരാണ്. അന്ന് ഈ ഇതുപോലത്തെ വാക്കബിയും ഫൈസിയും ഒന്നും ഇല്ലാത്ത കാലത്ത് കുറെ ഈ മൊല്ലാക്കാർ ഓലിക്ക് എന്തെങ്കിലും വയറുവേദന വന്നാ കുറലാറ്റത്തിന് ഒയ്യും, അതുമ്പോ നിന്നിട്ടില്ലെങ്കിൽ പിന്നെന്താണ് നേരെ പള്ളിക്കല മൂലയെടുത്ത് പോയിട്ട് ചിരട് ഒതുക്കിട്ട് അല്ലെങ്കിൽ വെള്ളം ഒതുക്കി കുടിച്ച. ഈ രൂപത്തിലാണ് ആളുകള് ആ ഒരു വിഭാഗത്തെ കണ്ടുവന്നിരുന്നത്. പിന്നെ ഒരു ഹദീസ് നമുക്കറിയില്ല, ഒരു ആയത്തിന്റെ അർത്ഥം നമുക്കറിയില്ല, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം ഈ ജനങ്ങൾ പഠിച്ചിരുന്നു വെച്ചെങ്കിൽ ഓരോ പ്രശ്നം തീരുമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള കാലത്താണ് 1980-86 ആണ് തോന്നുന്നുണ്ട് ഈ സമസ്ത ഉണ്ടാവുന്നത്. സമസ്ത ഉണ്ടാവുന്ന സമയത്ത് ഇത് ഏത് സംഘടന പിളരുമ്പോഴാണ് വളരുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു മത്സരമാണ്. അതെ. അപ്പൊ ഈ മൊല്ലാക്കാരിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ കാറും വലിയ വലിയ വീടുകളും അതുപോലെ വലിയ വലിയ സെറ്റപ്പിലുള്ള മുസ്ലിയാക്കന്മാര് ഉണ്ടായത് ഈ കാന്തപുരാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് സത്യത്തിൽ ഇസ്സത്ത് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും സംശയമില്ല. മൂപ്പരുടെ ആ ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ ആ ഒരു ലെവലിലാണ് ഈ മൂല്യന്മാര്. പണ്ടത്തെ കാലത്ത് ഒരു മഞ്ഞ പനിയനൊരു പിന്നെ കള്ളി തുണി എടുത്തിട്ട് ഇരിക്കണ മൂല്യന്മാര് ഇന്ന് ഹൈ ലെവലിലാണ്. അൽഹംദുലില്ലാ, ആളുകൾ നന്നാവട്ടെ, അതിലൊന്നും ഇതില്ല. പക്ഷെ ചൂഷണം കൂടി. പണ്ട് നമ്മള് വീട്ടിലിരുന്നിട്ട് പിന്നെ മുഹീദ്ദീൻമാല ചെല്ലിയായിരുന്നു വെച്ചെങ്കിൽ ഞമ്മക്കറിയില്ലായിരുന്നു. വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പറയുന്നത് കള്ളാണ്. അത് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ച് കളവ് പറയാണെന്നുള്ളത് ഈ ഗൾഫിലേക്കുള്ള ആളുകളുടെ കയറ്റം ഉണ്ടായല്ലോ, അവിടെ നിന്ന് കുറച്ച് അറബിയൊക്കെ കണ്ട് പഠിഞ്ഞു. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഈ മൂല്യന്മാരെക്കാട്ടിലും സാധാരണക്കാർ പഠിക്കൽ തുടങ്ങിയപ്പോ എനിക്കും പറ്റിയ തീർച്ചയായിട്ടും എനിക്കും പറ്റിയ ഗൾഫിൽ പോയിട്ട് അറബി കുറെ പഠിച്ചു. അവിടുത്തെ ആൾക്കാരെ സംസ്കാരങ്ങൾ ദീനിന്റെ പ്രവർത്തനം കണ്ട് പഠിച്ചപ്പോൾ എനിക്ക് മറ്റേ ഈ നാട് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായി. എന്നാ ഇനി വേറൊരു കാര്യം കൂടിയിട്ടില്ലേ, ഇത് ഈ ഗൾഫൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ നമ്മളെ കേരളത്തിലെ നല്ല നല്ല പണ്ഡിതന്മാര് ഈ പിഴച്ച വാദം തെറ്റാണെന്ന് പറഞ്ഞ 200 ചില്ലാനം കൊല്ലം മുമ്പേ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഈ യഥാർത്ഥ ദീനുമായിട്ട് നടക്കുന്ന ആളുകളെക്കാൾ ഒന്നുകൂടി ഈ സാമ്പത്തികമായിട്ട് ഉന്നതിയും കാര്യങ്ങളും ഉണ്ടാകുക ഖുറാഫാത്തുമായിട്ട് നടന്നാലോ, അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാലാണ്. ഒന്നും വേണ്ട, നമ്മളിവിടെ ലക്ഷക്കണക്കിന് മുസ്ലിയാക്കന്മാരുണ്ട്.
അവര് ചെയ്യുന്നത് സർവീസ് ആണോ അതോ അവരൊരു ഒരു ജോലിയാണോ ചെയ്യുന്നത്? സർവീസ് ആയിട്ട് ആരും മുസ്ലിം പണിയെടുക്കുന്നില്ല. ഇല്ല ഇല്ല, അവർക്ക് ഒരു വാറ്റിപ്പിഴപ്പിന്റെ കാര്യമുള്ളൂ ഇവിടെ. അതെ. എന്നാൽ നമ്മൾ ഇസ്ലാമാണ് നമ്മളുടെ അടിത്തറയും അടിസ്ഥാനവും. അള്ളാന്റെ റസൂല് കഴിഞ്ഞാലുള്ള 4 ഖലീഫമാര്, ആര് ഇസ്ലാമിന്റെ ഖിലാഫത്ത് കൈകാര്യം ചെയ്തിരുന്നതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപജീവനത്തിന് മറ്റു എന്തോ ബിസിനസ്സാണ് ചെയ്തിരുന്നത്, എന്തോ തുണിക്കച്ചവടം പോലെ. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഓരോ ജോലി അല്ലെങ്കിൽ ബിസിനസ് കച്ചവടം പോലെ ചെയ്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു പുല്ല് വെട്ടി കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് അത് കൊടുത്തിട്ട് അതിന് കിട്ടുന്ന വേതനം കൊണ്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. എന്നാൽ ആ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫയായിരുന്നു, നേതാവായിരുന്നു. ഇന്ന് ഈ ആളുകള് ശമ്പളത്തിനും അതിന് പുറമെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മനുഷ്യരെ ചൂഷണം ചെയ്യാണ്. തീർച്ചയായിട്ടും. അപ്പോ അത് ഈ ആളുകൾക്ക് മനസ്സിലാവണില്ല. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളെ തെറി പറയുന്ന സാധുക്കള്, പച്ചക്ക് തെറി പറയുന്ന ആളുകളെ കുറിച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ വിഭാഗത്തിനെ നല്ലോണം ചീത്ത പറയുന്നു പണ്ട്. അതായത് ഇവരെ വല്ലാതെ കുറ്റം പറഞ്ഞിരുന്നു. ഞാൻ ഈ ഇതിന്റെ സംഘടന, ഞങ്ങളെ നാട് തെങ്കര മഹൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ EK വിഭാഗത്തിന്റെ മസ്ജിദുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇനിയിപ്പോ ഏതൊരു നിസ്കാരപ്പള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്തും ഞാൻ പിന്നെ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ തെങ്കര റേഞ്ച് എന്ന് പറഞ്ഞാൽ EK മഹല്ല. അതെ, മണ്ണാർക്കാട്ടുന്ന് ആനകട്ടി റോഡിന് കയറി കഴിഞ്ഞാല് ചുരം തുടങ്ങുന്നത് വരെയും തെങ്കര റേഞ്ചാണ് റേഞ്ച്. അപ്പോ ആ ഒരു കാലത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഒന്നുമില്ല, നമ്മളൊരു പൊട്ടക്കിണറ്റിൽ കിടക്കുക. ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഞമ്മക്ക് പുറം ലോകത്തിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. അറിയണോലും പുറത്ത് അങ്ങനെ ലോകമല്ല, ഇതാണ് നമ്മളെ ലോകം എന്ന് പറഞ്ഞു തരികയാണ്. ഇതാണ് അവസ്ഥ. അതായത് ഇങ്ങനെയാണ് ആദ്യം മുജാഹിദീങ്ങള്. ഞാനൊരു മുജാഹിദൊന്നും അല്ല, വേറൊരു കാര്യം. മുജാഹിദ് എന്ന് പറഞ്ഞാല് ആ ഒരു സംഘടനയുടെ ആ ഒരു വിഭാഗങ്ങളിൽ പെട്ട ആളൊന്നും അല്ല. നമ്മൾ സൗദി അറേബ്യയില് ഒരു സൗദീനെ കണ്ടാല്, ഒരു മുത്തവ്വനെ കണ്ടാല്, നമ്മള് മുത്തവ്വ എന്നല്ല പറഞ്ഞത്, അവരെന്താണോ ഞാൻ ദീന് പഠിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അപ്പോ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, സൗദികൾ ചെയ്യുന്നത് മൊത്തം ശരിയെന്നല്ല ഇതിന്റെ അർത്ഥം. അതാണ് ഇബ്രാഹിം സാഹിബേ. അപ്പോ ആ ഒരു ലെവലില് നമ്മള് മുന്നോട്ട് പോകുമ്പോ ഇവര് പറയുന്നറിയോ, വഹാബികൾ പറയുന്നത് ഓല് എന്ത് പറഞ്ഞാലും തെറ്റാണെന്ന് പറയാം. അങ്ങോട്ട് നോക്കാൻ തന്നെ പാടില്ലാന്ന്. ഇനി എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പം വളരെ പിന്നെ ആരെയും ദ്രോഹിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, ഞാന് കുതിരളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ദീനിന്റെ കാര്യത്തിൽ എന്നോട് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അല്ലല്ല, അതും ചെയ്യണില്ല എന്നല്ല, എന്തെങ്കിലും ചെയ്താൽ അതും വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചു പോകുമ്പോ ഒരു ഖുർആന്റെ പരിഭാഷയാണ് എന്നെ ഇതിൽ നിന്ന് മാറ്റുന്നത്. ഖുർആന്റെ പരിഭാഷ വായിച്ചപ്പോ അത് മുഴുവൻ വായിക്കണം എന്ന് തോന്നി. വായിച്ചു തുടങ്ങി നോക്കുമ്പോ ഒന്നെങ്കിലും അത് ഈ മുജാഹിദീങ്ങൾ എഴുതിയതാണ്, അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്നതൊക്കെ മുജാഹിദീങ്ങൾ പറയുന്നതാണ്. ഈ ഒരു 2 ഇത് വന്നു, കൺഫ്യൂഷൻ വന്നു. ഞങ്ങളെ തൊട്ടുള്ള ഒരു നിസ്കാരപ്പള്ളി ഉണ്ട്, പുഞ്ചക്കോട് നിസ്കാരപ്പള്ളി. അപ്പോൾ നിസ്കാരപ്പള്ളിയാണ്. അതില് കൂറ്റനാടിന്റെ തഫ്സീർ ഇരിക്കുന്നുണ്ട്, മലയാളം പരിഭാഷ സമ്പൂർണ്ണ വ്യാഖ്യാനാണ്. ഞാൻ ഇത് അവിടെ വെച്ചിട്ട് ആയത്ത് നമ്പർ എഴുതി പോകും, അവിടെ ഇരുന്നിട്ട് നോക്കും. അപ്പൊ അതും വലിയ വ്യത്യാസമല്ല, ആശയമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് കുറച്ച് നിസ്കാരമൊക്കെ തുടങ്ങി, ഖുർആൻ പിന്നെ പഠിക്കലൊക്കെ തുടങ്ങിയപ്പോ മൂല്യമാരി കളക്കം തുടങ്ങി. അതേപോലെ താടി വല്ല ഷെഡ് തോരിട്ട പോലത്തെ താടിയൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത്, മീശല്ലാതെ. നമ്മള് നേരെ വൃത്തിക്ക് താടിയൊക്കെ വെക്കൽ തുടങ്ങിയപ്പോ മുസ്താമാർക്ക് ഇവനിക്ക് എന്തോ പേച്ചക്കണു, ഖുർആൻ പോണേ. നേരെ എന്നെ പിടിച്ചോണ്ടിട്ട് കന്യാലമൗലയുടെ തൊരീക്കത്തേക്ക് അവര് ചേർക്കണത്. അതിന്റെ ചിസ്തി തൊരീക്കത്ത്. പിന്നെ മസ്താന്മാരപ്പം ഉള്ള ജാറങ്ങൾ, ഇന്ത്യയിൽ ഇനി ഞാൻ പോകാത്ത ജാറങ്ങൾ ഒന്നുമില്ല.
എല്ലായിടത്തും പോയിന്. എല്ലായിടത്തും പോയിക്കണു. അതല്ലേ ഞാനിപ്പോ ഈ അജലിൽ ഇറങ്ങിയിട്ട് അജ്മീർക്ക് പോണതും ഇനി അജ്മീറിൽ ഏതൊക്കെ ജാറങ്ങളാണ് ഇവിടെ ഞാൻ പോകുകയല്ല, ആൾക്കാരെ കൊണ്ടുവരുന്നേ. അജ്മീറൊക്കെ പോയിട്ടുണ്ട്. അജ്മീറിന്റെ പരിസരത്ത് നമുക്ക് ഗോവയ്ക്ക് പോണതിനേക്കാളും നല്ലത് അജ്മീറിന്റെ അവിടേക്ക് പോവുകയാണ്. അവിടത്തേക്കാളും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കും. അവിടെ ഗോവയിൽ ചിലപ്പോൾ പോലീസുകാരെ ഉണ്ടാവും, അതും ഉണ്ടാവില്ല. അതെ, അത്ര ലാവിഷായിട്ട് നമുക്ക്. അപ്പൊ അങ്ങനെ നടക്കുന്നതിൽ നിന്ന് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് മാറിയപ്പോ ഒന്ന് 5 വക്ത് നിസ്കാരവും അതുപോലെ ഈ പാന്റൊക്കെ ചവിട്ടി കീറിയുന്ന അത് നമ്മളൊന്ന് വെട്ടി ചെറുതാക്കി, തുണിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നെരിയാന്റെ മേലക്കാക്കി, താടിയൊക്കെ ഒന്ന് വെക്കൽ തുടങ്ങി, സുബീക്ക് പള്ളിക്കും പോക്ക് തുടങ്ങിയപ്പോ ആകെ നരച്ച 2 കാക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇടക്ക് എന്ത് ചെയ്യും, സൽഫി പള്ളിയിൽ കുത്തുബ വെക്കാനും പോവും. നമ്മളെ മഹലില് ഉണ്ടായിരുന്നില്ല അന്ന്. വീട്ടിലുള്ള ഓരോരുത്തർ വീട്ടിലെത്തൽ തുടങ്ങി. ചെറുക്കൻ എന്തോ പേച്ചിക്കണോ. കാര്യം മനസ്സിലാക്കണം ഇബ്രാഹിം സാഹിബേ. എന്താണ് എന്റെ പേവ് എന്നറിയോ? ചെയ്തിരുന്ന തെമ്മാടിത്തങ്ങൾ മുഴുവൻ ഒഴിവാക്കി തുടങ്ങി. ഇതൊക്കെ എന്റെ കല്യാണത്തിനൊക്കെ മുമ്പേണ്. താടി വെച്ചു, വസ്ത്രം നെര്യാണിക്ക് മുകളിലാക്കി. ഇതൊക്കെ തന്നെ തങ്ങളെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് ഒരു മിനിറ്റ് സൈബർട്ട്. അത് ചെറുതിനെയും കൊണ്ട് ഉമ്മയും പെണ്ണുങ്ങളും കൂടി ആസ്പത്രിയിൽ പോയതാണ്. എന്തെങ്കിലും അപ്പോ ഇതൊന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് നിർത്താം. അതായത് ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇതപ്പോ വിളിച്ച എന്റെ അമ്മാന്റെ അടുത്ത്, ഈ അമ്മ പറയന്റെ അടുത്ത്, എന്റെ അമ്മാന്റെ അടുത്ത് പോയിട്ട് ആളുകൾ പറയും, അവിടുത്തെ കാര്യപ്പെട്ട ആളുകൾ പോയിട്ട് പറയും, ചെറുക്കനെന്തോ ഒരു ചെറിയൊരു അന്ന് ഞങ്ങളെ നാട്ടില് ഈ മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വിരലിലുണ്ടാവുന്ന വളരെ കുറച്ച് ആളുകളുള്ളൂ. ഓല് അത്ര പരസ്യമായിട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പൊ നിങ്ങളെ മാനെന്തോ പേച്ചുകൊണ്ടിട്ടില്ലേ. അപ്പൊ എന്റെ അമ്മയൊക്കെ അന്ന് ഞാൻ അവര് ഒരു പഴയ ഇതിൽ തന്നെ പോണ ആളുകളാണ്. പക്ഷെ അന്ന് എന്റെ അമ്മ പോലെ എടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ, ഓന് മറ്റു പല രീതിയിലും നടന്നപ്പോ നിങ്ങൾ ആരും നോക്കിയതും ഇല്ല, എന്റെ അടുത്ത് വന്ന് പറഞ്ഞുമില്ല. അപ്പൊ 5 വക്ത് നിസ്കരിച്ചാൻ പോക്ക് തുടങ്ങിയപ്പോ നിങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണില്ലേ ചോദിച്ചു. അപ്പൊ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ആ നിസ്കാര പള്ളിയുടെ കമ്മിറ്റി മെമ്പർ ആയിരുന്നു, മദ്രസയുടെ. അപ്പൊ അത് വലിയ മഹലിന്റെ സബ് കമ്മിറ്റിയാണ്. അത് മാത്രല്ല SKSF പ്രവർത്തകനൊക്കെ ആയിരുന്ന സമയമായതുകൊണ്ട് അന്ന് ഇവിടുത്തെ ഈ മണ്ണലടി മഹല് വലിയ മഹല്ല, അതിന്റെ അന്നത്തെ കാലിയേരി ചീഫ് ഇമാമായിട്ടുണ്ടായിരുന്നത് SKSF ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. മൂപ്പരും അന്നത്തെ പള്ളിയുടെ സെക്രട്ടറിയും കൂടിയും എന്നെ വിളിച്ചു. അപ്പോ ഇങ്ങനെ എന്തോ മുജാഹിദ് പള്ളിക്ക് തന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അത് മഴ പെയ്തപ്പോ ഞാൻ പെട്ടെന്ന് ചുമ്മാ ഇഷ്ടപ്പെടാതിരിക്കാൻ കയറിയതാണ്. എനിക്കപ്പോഴത്തേന് ആദർശ വ്യതിയാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ കാര്യാക്കണ്ട, ഞാൻ ഏതായാലും സൗദിയിൽ നിന്ന് വന്നിട്ട് ക്യാൻസൽ ചെയ്ത് വന്ന് നിൽക്കുന്ന സമയമാണ്, ഞാൻ തിരിച്ചെന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം എന്താ, ഞാൻ നിന്റെ ഷർറ അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ പോക്കിലാണ് പിന്നീട് റിയാദിൽ ജാലിയാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഒരു ബാബ സാഹിബ് ചോദ്യങ്ങളൊക്കെ ചോദിക്കണ ഒരാള് നിങ്ങള് മുഖാമുഖം മൂപ്പരൊക്കെ റിയാദിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് കാണും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പഠനങ്ങൾ നടക്കുന്നതും ഒക്കെ. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചക്ക് വർത്താനത്തിനൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ നാട്ടിൽ വന്ന് 2014 ശേഷം ഒരു സംഘടനയില് പ്രവർത്തിക്കൽ തുടങ്ങി. ആ സംഘടനയില് ഈ പറയുന്ന കാര്യങ്ങള് അത് പറയാൻ പാടില്ല എന്നുള്ളൊരു സംഘടനയായിരുന്നു. പിന്നീട് ആ സംഘടന നിരോധിക്കപ്പെട്ടു. ആ ഒരു സമയത്തിന് മുമ്പേ തന്നെ ഞാൻ അതിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. എനിക്ക് അറിയുന്ന ഒരു വിഷയം, യൂട്യൂബിൽ ഇരുന്ന് പറയാവുന്ന ഒരു വിഷയം ഇതായിരുന്നു. അതങ്ങനെ പറഞ്ഞു. അതാണ് ഇത് ഇത്രയും പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ചില ആളുകൾക്കൊന്നും അറിയില്ല. അപ്പൊ ഓൽക്കും കൂടി ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ടാ. അത് പോട്ടെ, എന്താണ് ഇബ്രാഹിം സാഹിബ് ഇപ്പൊ ചെയ്യുന്നത്? നാട്ടില് ഞങ്ങളിപ്പോ ചെറിയൊരു ക്രഷർ ഉണ്ട്. അതേമാതിരി തന്നെ വേറെ നമുക്കൊരു കോൺട്രാക്ഷൻ കമ്പനി ഉണ്ട്, എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ ഉണ്ട്. ഇവിടെ അല്ല, അത് പുറത്താണ്, കേരളത്തിന് പുറത്താണ്. ശരി. മെറ്റലും ഒക്കെ ഉണ്ട്. നാട്ടിൽ തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ പാർട്ട്ണർമാരെ കൂട്ടിട്ട്.
ആ ആ ആ വേറെ നമ്മളെ പിന്നെ ഈ പടിഞ്ഞാറ്റുമുറി പാങ്ങ് പടിഞ്ഞാറ്റുമുറി എന്നാ പറയാ. ഉം. ഈ പടിഞ്ഞാറ്റുമുറി ആകെപ്പാടെ പിന്നെ ഒരു പെണ്ണ് പള്ളിക്ക് പോണ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞാനും മുമ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ. ആ വെള്ളിയാഴ്ച പള്ളിക്ക് പോണതേ ആ ജുമാക്കെ. ആ ബാക്കിയുള്ള ഒരു കുട്ടി ഇവിടുന്ന് പോകാനില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് ചെറുതായിട്ട് എന്തെങ്കിലും മറുപടി പറയാനെങ്കിലും ഉള്ള അറിവായിട്ടുണ്ടാവും ഇപ്പോ. കല്യാണം കഴിക്കുന്ന കാലത്ത് മറ്റേ ഈ അയക്കല്ല് കെട്ടിയിട്ട് അതിന് തൊടാൻ തന്നെ പാടില്ല നിനക്ക്. ഇപ്പൊ അതൊക്കെ അതല്ല. മാറിയിട്ട് ആൾക്കാരോട് പറയും അതെല്ലാം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പോയത്. ഇത് കേൾക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു പിന്നെ ഞങ്ങള് വേറൊരു ക്ലാസ്സിനും പോയിരുന്നു. അതുമ്പാടെ ഇതിന് മറ്റേ ഈ നമ്മളെ NLP എന്നുണ്ട്. ആ ആ ആ ആ അതിന്റെ ക്ലാസ്സിനും പോയിരുന്നു. അതും അപ്പൊ ഇതുകൊണ്ട് എപ്പോഴും ഉണ്ടോ? ഇപ്പൊ അതിന് പിന്നെ ക്ലാസ് ആയിട്ട് നടക്കണില്ല. ഇപ്പൊ ഈ പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടാണ് നടക്കുന്നത്. അല്ല അതിൽ കൂടി കുറെ ഉദ്ബോധനം കിട്ടിയിരുന്നു. അത് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എനിക്ക് പിന്നെ കൂടുതൽ അറിയില്ല. ഒരാളതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാണ്. അതൊരു വേറൊരു റേഞ്ച്. നമുക്ക് പിന്നെ മാനസികമായിട്ടൊക്കെ ഉള്ള ബലം ഒക്കെ കിട്ടും. വിശ്വാസപരമായിട്ട് ചെറിയൊരു ചാഞ്ചാട്ടം വരുന്നൊരു ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതലല്ല, ഞാൻ പോയിട്ടില്ല. പോയിരുന്ന ഒരാൾ പറഞ്ഞാണ്. ഇല്ല, അത് നമ്മള് അങ്ങനെ ആ രൂപത്തോടെ കാണണ്ട. നമ്മളിപ്പോ ഈ ക്വാണ്ടം ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് വരുന്നത്. അപ്പൊ അത് പിന്നെ പറയുമ്പോ സ്പിരിച്വൽ ആയിട്ട് പറയുമ്പോ അതിൽ വലിയൊരു കാര്യം തന്നെ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഇപ്പൊ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലെവലിലാണ്. ഒന്ന് പിന്നെ കനസ്തറ്റിക്, അതേമാതിരി തന്നെ ഓഡിറ്ററി, പിന്നെ ഒന്ന് വിഷ്വൽ. ഈ 3 കാറ്റഗറി പെട്ടുന്ന ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വർത്താനം പറയണം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെയാണ് അതിലുള്ള പഠിപ്പിക്കണത്. വിശ്വാസപരമായിട്ട് എവിടെയെങ്കിലും അത് ടച്ച് ചെയ്ത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അതിലുള്ളത് പിന്നെ കുറെ ഈ നമ്മള് പിന്നെ ഈ എന്താ പറയാ, നമ്മള് ഇങ്ങനെ വെറുതെ കണ്ണടച്ചിരിക്കണേന് കണ്ണടച്ച് ഡീപ് ബ്രീത്ത്, അതൊക്കെയാണ്. അതിനെ കുറിച്ച് അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഒന്നും വേണ്ട. ഈ കണ്ണടച്ച് ഡീപ് ബ്രീത്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് മെഡിറ്റേഷന്റെ വേറൊരു മേഖലയാണ്. ഈ കുത്തുബിയത്ത് ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, കുത്തുബിയത്ത് ചെല്ലുമ്പോ ഓർക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ ആയിട്ട് ഓല് ചൊല്ലുണ്ടാവുക. അപ്പോ 1001 വട്ടം അല്ല 1000 വട്ടം വിളിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഇവരിങ്ങനെ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അതുപോലെ ഔസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെല്ലുമ്പോ ഈ 1000 എന്നുള്ളത് ഒരു 400 കഴിയുമ്പോഴത്തേന് തന്നെ അതിൽ ചില ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എനർജി വരാണ്ട്. അപ്പൊ ഈ വിളിക്കുന്നതിന്റെ ഇടയിൽ ഇടക്കുണ്ടാവും ഒരു പൊട്ടിക്കൽ, ഷെയ്ഖ് എന്നൊക്കെ കണ്ട് വിളിച്ചിട്ട് ആകെ അങ്ങോട്ട് ചകപൊകയാക്കും. അത് നമ്മളൊരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഉപബോധ മനസ്സ് ആ ഒരു ഇതിലേക്ക് നമ്മളാണ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു പരിപാടി ഉണ്ടായില്ലേ ഇപ്പൊ ഒരു 23 മിനിറ്റ് അല്ലെങ്കിൽ കൂടുതൽ. അത് നാവ് നമ്മുടെ അണ്ണാക്കിന്റെ അവിടെ ടച്ച് ചെയ്തിട്ടുള്ളൊരു ഡീപ് ബ്രീത്ത് ഒക്കെ അല്ലേ? തുടക്കം അങ്ങനെയാണ്. നാവിന്റെ തലപ്പ് കൊണ്ടുപോയി കണ്ട് പിന്നെ മേൽവാരിയിലെ പല്ലിന്റെ താഴെ കൊണ്ടുപോയി കണ്ട് അങ്ങനെ കണ്ണടച്ചിരിക്കുക. അപ്പൊ നമ്മളെ ചിന്തകൾ ഇങ്ങനെ വരുന്നത് എങ്ങനെ പോകുന്നുള്ള ഒരു ഇതാണ്. അതെ, ആ സമയത്ത് നമ്മളോട് ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ വിട്ട് പുറത്തു കൊടുക്കുക. നമ്മളോട് ചെയ്ത ആളുകൾക്ക് പഠിച്ചവനോട് അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മൈൻഡ് ഒക്കെ അതിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് കൊണ്ടുപോകണത്. അതാണ്. അപ്പൊ അത് പഠിക്കുകയാണെങ്കിൽ ഒരു പാടുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ ക്ലാസ്സുകളൊന്നും നടക്കണില്ല. എന്നിരുന്നാലും പിന്നെ ദീനിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതില് ദീനിന് വിപരീതമായിട്ട് ഉള്ളത് ഈ ഒരു കാര്യത്തില് അറിയാൻ കഴിയില്ല. എന്നാൽ ഇത് ഇപ്പൊ ക്ലാസ്സുകൾ, എന്റെ അറിവ്, എനിക്കതിനോട് പിന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവില്ലാത്ത കാരണം അതിനെ എതിർത്തൊന്നുമല്ല ഞാൻ പറയണത്. അതിനെതിരെ പല കോണുകളിൽ നിന്ന് ഈ ആത്മീയ വിഭാഗത്തിൽ നിന്ന് തന്നെ, മതവിഭാഗത്തിൽ നിന്ന് തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടന്നു. ഇത് പിന്നെ ഈ ഹിപ്നോട്ടിസം, മസ്മരിസം അതുപോലത്തെ ഒരു കാര്യത്തിന്റെ വേറൊരു മേഖലയാണ് എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഹിപ്നോട്ടിസം ഒന്നുമില്ല ഇതിലിപ്പോ. നമ്മളിപ്പോ ഈ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കാൻ, ഈ സംസാരിക്കണീന് കുറെ ഇതുണ്ട്. ഇതുണ്ട്. ഇപ്പൊ ഖുർആൻ പറഞ്ഞത്
അഫല പിന്നെ യശ്ഉറൂൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ, അഫലാ തസ്മഊൻ നിങ്ങൾക്ക് കേൾക്കണില്ലേ, അഫലാ തുബ്സിറൂൻ നിങ്ങൾക്ക് കാണുന്നില്ലേ. 3 കാറ്റഗറി പെട്ടിട്ടാണ് പറയണത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അത് എങ്ങനെയാണ് പിന്നെ മനുഷ്യന്റെ ബോഡിയിൽ പിന്നെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെയാണ് ഇതില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ വേറൊന്നും കൂടി പറയാം. അതിപ്പോ ഈ ഷെയ്ഖന്മാര് എന്ന് പറഞ്ഞല്ലോ, ഷെയ്ഖന്മാരെ പിന്നാലെ കുറെ ആളുകൾ നടക്കണമെന്നും പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും ഒരു ദിവ്യത്വം ഉണ്ട് എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് കുറെ ആളുകൾ നടക്കുന്നത്. ഇതല്ലാതെ നടക്കുന്ന ഒരു ടീമുണ്ട്, അതായത് അവരെ ഭയങ്കര പ്രിയം വെച്ചിട്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ പോയി കണ്ട ആ ചങ്ങായി ഉണ്ടല്ലോ, മടപൂരത്ത പോകറക്ക. മൂപ്പര് പുലിമൈദീൻ എന്ന് പറയുന്ന വൃത്തികെട്ടൊരു മനുഷ്യന്റെ അത് കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു മജീദ് മൊയ്ലി, ഒരു UK എനിക്കറിയില്ല, അങ്ങനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടാളാണ് കോളാമ്പി. അതിലിപ്പോ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അറിയില്ല. ഒരു പ്രായ ആ കോളാമ്പിയിലേക്ക് ചുരുട്ടാണ് പുലിമൈദീൻ വലിക്കുക. നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല, ഓല് പറഞ്ഞാണ്. ആ സാധനവും അതുപോലെ മൂക്ക് പിഴിഞ്ഞിടുന്ന എല്ലാ വൃത്തികെട്ട സാധനം കൂടി അത് ഈ CM എടുത്ത് മോന്തി കുടിക്കുമായിരുന്നു. ഇത് പിന്നെ ഒരു തവണ ഞാൻ 2 തവണ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് 2 തവണയിൽ ആളുകൾ പറഞ്ഞത്, ഈ ചില ആളുകള് റെസ്റ്റ് ടൈം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വീഡിയോ കാണും, ഭക്ഷണം നിർത്തി പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അത്രയും മോശപ്പെട്ട രീതിയിൽ അത് കുടിക്കുന്നത് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ. ആ ആളെ കൺട്രോളിലേക്ക് ആ ആളെ അത്രക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ നമ്മൾ ഈ ഇങ്ങനത്തെ കുറെ മെഡിറ്റേഷനുകൾ ഉണ്ടല്ലോ, ഒരാള് നമ്മളെയും കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കും. ഇതൊരിക്കലും നിങ്ങൾ പോയ സാധനം അതിനെ കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ അറിയില്ല, എന്തായാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഇപ്പൊ ഞാനും പിന്നെ ഒരു 10 ആളെങ്ങനെ ഇരുത്തുകയാണ്. ഈ 10 ആളെ ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേക ശൈലിയും രീതിയും ആ 10 ആളോട് ചെയ്യാൻ പറയാണ്. ഈ 10 ആള് ഒരു 100 ദിവസമോ ഒരു 300 ദിവസമോ അല്ലെങ്കിൽ ആ ഒരു ടൈം, കുറച്ച് നീണ്ട ടൈം നമ്മൾ പറയുന്നത് അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പറയുന്ന ആൾക്ക് കമാൻഡിങ് പവർ ആയിപ്പോയി. ഇയാൾക്ക് ഒരു കഴിവും വേണ്ട. ഇയാള് ഒരു അരമണിക്കൂർ വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് 1 കൊല്ലോ 2 കൊല്ലോ ഒരു 10ഓ 20ഓ ആള് ഒരാളെ തന്നെ ഈ മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആളുടെ ഇത് നടത്തുന്ന ആളുണ്ടല്ലോ, അയാളുടെ കൺട്രോള് ഇവരുടെ മനസ്സുമായിട്ട് ചെറിയൊരു കൺട്രോൾ വരും. ഇത് പിന്നെ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഇസ്ലാമികമായിട്ടൊരു വീക്ഷണമൊന്നുമല്ല, ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ വേറൊരു ഇതാണ് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ ടൈമിലാണ് ഒരാളെ മനസ്സിനെ പിടിച്ചെടുക്കാൻ കഴിയുക. ഇതിന്റെ മറ്റൊരു തലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസ്മരിസം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിലുണ്ട് എന്നുള്ളതാണ് കേട്ടറിവ്, പറഞ്ഞറിവ്. അല്ലാണ്ട് എനിക്ക് ഞാൻ ഉറപ്പ് പറയുന്നല്ല കേട്ടില്ലേ. സംഗതി ഇതില് നമുക്ക് പിന്നെ ഞാനതിൽ കണ്ടുനിന്നെങ്കിൽ ദീനീപരമായിട്ട് കുറച്ച് എനിക്ക് പിന്നെ ഉൾക്കാഴ്ച കിട്ടിയത് ഒരു ക്ലാസ്സിന് പോയതുകൊണ്ടാണ്. പിന്നെ ഞാനും ഭാര്യയും തമ്മിൽ ഒരു ലെവലിലും ഒത്തുപോകാത്ത ഒരു കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നത് ചെറുപ്പത്തില്. ഈ ക്ലാസ്സിന് പോണതിന് മുമ്പേ, ഈ ക്ലാസ്സിന് പോയതിന് ശേഷം അതിനൊക്കെ കുറെ മാറ്റം വന്നു. കുറെ മാറ്റം എനിക്ക് ഇന്നെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഇണക്കം ഉണ്ടല്ലോ, വളരെ നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനി ഞാൻ ഇബ്രാഹിം സാഹിബിനോട് പറയാം, ഞാനും എന്റെ ഭാര്യയും തെറ്റിയെന്ന്. ഓള് തെറ്റിയിട്ടുള്ള കൂടി പോയി, അപ്പുറമല്ല കുറെ കൊല്ലം മുമ്പേ. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നറിയോ? ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണോ? ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ ഓക്കെ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെ അഹങ്കാരം എന്ന് പറയുമ്പോ അങ്ങനെയല്ല. നമുക്കൊരു പിന്നെ നമ്മളുടെ ശക്തിയും ആ ഒരു ലെവലില് ഇപ്പൊ നമുക്ക് ഒന്നും കൂടി പക്വത വന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 കുട്ടികള്. 3 കുട്ടികളിൽ എന്തൊക്കെ കുട്ടികളാ? 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. അതെ. ഈ 2 പെൺകുട്ടികൾക്കും നിങ്ങളോടല്ലായിരുന്നു കൂടുതൽ ഇഷ്ടം കല്യാണം കഴിയുന്നത് വരെ? എല്ലാ പെൺകുട്ടികൾക്കും വാപ്പാരോടാണ് ഇഷ്ടം കൂടുതൽ ഉണ്ടാകുക. നേരെ തിരിച്ചു വരുന്ന വീടുകളും ഉണ്ട്.
അല്ല എന്റെ എന്താണെന്നുണ്ടെങ്കില് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യ പ്രസവിക്കുമ്പോ ഞാൻ നാട്ടിലില്ല. ആ പിന്നെ കുട്ടിക്ക് 3 വയസ്സാകുമ്പോഴേ ഞാൻ നാട്ടിൽ ആ വരുന്ന ആദ്യത്തെ വരവ്. പണ്ടത്തെ ഗൾഫ് 3-4 കൊല്ലം. ആ പിന്നെ അതിന്റെ ശേഷം എന്റെ ആദ്യത്തെ കുട്ടീന്റെ ആയ ശേഷം 18 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ കുട്ടി ഉണ്ടാണ്. ആ ഹാ 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 ഹാ. അതിന്റെ ശേഷം പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ കുട്ടി ഉണ്ടാവും. പിന്നെ ചെറുക്കൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് 63-64 വയസ്സും ആയി ചെയ്ത്. എന്റെ മകൻ ഇപ്പൊ മറ്റേ പിന്നെ ബിടെക് പഠിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞത് എന്താണെന്നറിയോ, മിക്ക കുടുംബത്തിലും ഒരു 100-90% കുടുംബത്തിലും പെൺമക്കൾക്ക് പിതാവിനോടായിരിക്കും ഒരു അടുപ്പം കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അത് ഏതുവരെ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാലും അത് തീരൂല, അവളൊന്ന് പ്രസവിക്കണം. സിസേറിയൻ ആവരുതിട്ടില്ലേ? സിസേറിയന് ബുദ്ധിമുട്ടില്ല എന്നല്ല പറയണത്. സിസേറിയൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നോർമൽ ഡെലിവറി ആണ് ആ പെൺകുട്ടിക്ക് നടക്കുന്നതെങ്കിൽ അന്ന് മുതലേ ആ ഉമ്മാനോട് സ്നേഹം കുറവൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പാക്ക് കൂടുതൽ കൊടുത്ത സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാണിച്ചിരുന്ന സ്നേഹം ഉണ്ടല്ലോ, അതും കൂടി കൂട്ടി ഉമ്മാനോട് കാണിച്ചിട്ടില്ലെങ്കിലും ആ ഉമ്മാനോടായിരിക്കും ആ കുട്ടിക്ക് സ്നേഹം കൂടുക. പ്രസവം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇത് അങ്ങനെയാണ്. അത് ഇവർ അനുഭവിക്കുമ്പോഴുള്ള ഉമ്മ അനുഭവിച്ച് അവരറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, നമുക്കൊരു ടൈം കഴിയുമ്പോ നമ്മള് പിണങ്ങിയിട്ടുള്ള കൊണ്ട് പോണ ആളുകളാണെങ്കിൽ പോലും അവര് പിന്നെ ഒന്നിങ്ങോട്ട് ക്ലോസ് ആവും. ഇവിടെ ഞാനൊരു വീഡിയോ ചെയ്യാണ്ട് എന്ന് പറഞ്ഞത്, നമ്മള് പല ആളുകളും ആളുകളൊക്കെ കാണുമ്പോ സലാം സലാം പറയല്ല, ഒരൊറ്റ ഏറാണ് അവന്റെ മോന്തക്കണ്ട് എറിയണ പോലെ സലാം പറയാ. നമ്മളെ കുടിക്ക് കേറുമ്പോ, ഭാര്യ ഒന്ന് ഫോണ് വിളിക്കുമ്പോ, കുടിയിൽ നിന്ന് ഇറങ്ങുമ്പോ, അത് കുടിന്ന് പറയുമ്പോ നമ്മളെ വീട്, ആ ഭാര്യനോട് നമുക്ക് പിന്നെ ഇണയാണ് ഭാര്യ എന്നല്ല, പിന്നെ ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറയണ ഇണ, ആ ഇണയോട് നമുക്ക് ഒന്ന് സലാം പറയാം, നമുക്ക് കുറച്ചില്ല. ആ സലാമിന് അള്ളാഹു എത്ര വലിയ ബർക്കത്ത് വരുന്ന അറിയോ നിങ്ങൾക്ക്? ഓലടിയിൽ പിണക്കുണ്ടാവില്ല. ഇനി രണ്ടാമത്തത് ഇത് നമ്മളെ നാട്ടില് ഇപ്പോഴും അങ്ങനത്തെ പിണങ്ങുന്ന ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കണം. അത് നാട്ടുകാരുടെ കാര്യമല്ല പറയേണ്ടത്. എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തിരുത്തേണ്ടതോ എന്തെങ്കിലും തെറ്റോ ഉണ്ടോ എന്നുള്ളത് അവളോട് ചോദിക്കണം. ഇത് നമുക്ക് പല ആളുകൾക്കും നമ്മൾ ആ പറഞ്ഞ പ്രായത്തിൽ നമുക്ക് കുറച്ചിലാണ്. അതെ, ഇത് തുടക്കം മുതലേ എല്ലാവർക്കും പറ്റും. കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന തെറ്റിയും കൊണ്ട് കിടക്കുന്ന എല്ലാ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് സലാം എന്നുള്ള കാര്യം അത് നിർബന്ധമായിട്ടും ആ ഒരു ഫോൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വീട്ടിക്ക് സലാം പറയാ എന്നുള്ളത് ആ ഒരു ഇതാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സുകൾ തമ്മിൽ വല്ലാതെ അടുക്കും. പിന്നെ ഈ ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുള്ള തുറന്നു പറയലുണ്ടല്ലോ, അത് സാധാരണ അതെ കുടുംബാർത്താനല്ലേ, കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം, ഇണകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തെങ്കിലും വന്നു കുണിച്ചത് അവിടെ പറഞ്ഞ് തീരുമാനാക്കിയാണല്ലോ നാളേക്കില്ല. എന്ത് സുന്ദരമായൊരു ജീവിതവും. ഞാനിപ്പോ പിന്നെ ഇതിങ്ങനെ പറയണ എന്താ വെച്ചാൽ അനുഭവത്തിൽ നിന്നാ പറയണത്. വലിയൊരു ആ ഒരു ലെവലിലുള്ള ജീവിതമൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ എത്ര ഇല്ലായ്മയിലാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ലെവലിലാവുമ്പോ. അല്ല എന്റെ കാര്യം അങ്ങനെ തന്നെ, ഞങ്ങൾ ഭയങ്കര ഫൈറ്റ് ആയിട്ടായിരുന്നു. ഇപ്പൊ എന്ത് ഇങ്ങനെ ഞാൻ ഓളെ ഒഴിവാക്കണോ അല്ലെങ്കിൽ ഓൾ ഇന്നെ ഒഴിവാക്കോ രൂപത്തിലൊക്കെയാണ് പോയിന്ന്. അപ്പൊ പിന്നെ ഒരു വഴിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരു സംഗതി നടന്നേലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാസിന് പോയതാ. ഇബ്രാഹിം സാഹിബ്, ഞാൻ ഈ വോയിസ് വീഡിയോ ആക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കണല്ലേ? ആയിക്കോട്ടെ. കാരണം എന്താ അറിയോ, അവരിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു ഇതുണ്ടെങ്കിൽ ഇരിക്കട്ടെ, അവര് സംസാരിക്കട്ടെ, അവര് സലാം പറയൽ തുടങ്ങട്ടെ. അവര് എന്നല്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഈ പിന്നെ CM-ന് ഉന്തിത്തള്ളി നടക്കുന്ന ഈ ചെങ്ങായിമാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഇവരോടുള്ള വെറുപ്പ്, ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണില്ല. എന്നിട്ട് ഇവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ അതിന് മാട്ടുമാരണം ചെയ്യാൻ വലിയ റെഡിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ കൂട്ടി നടക്കും.
കൂട്ടി ചോദിപ്പിച്ചൊന്നുമില്ല, അതിലൊരു കൂട്ടി ചോദിപ്പിക്കലുമില്ല. ഓലിക്ക് ഇല്ല കുറച്ച് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി തിരുമ്പിയിട്ട് തെറ്റിക്കാനല്ലാണ്ട് എന്താ ഓലയും കൊണ്ട് കയ്യ. ഒരു കുട്ടിക്ക് ഒരു ഓല നന്മ ഒരു കുട്ടിക്ക് ഒരു നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇടങ്ങേറാ ഓലിക്ക്. എളുപ്പമുള്ള കാര്യമല്ല. എന്നാ ഏതെങ്കിലും ഒരു അപ്പൊ ഇന്ന് എനിക്ക് BP അങ്ങാടിന്ന് ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത് 400 മീറ്റർ വ്യത്യാസത്തിലാണ് 2 ജാറുള്ളത്. അതിൽ ഏതിലാണ് മനസ്സുള്ളത് എന്നുള്ളത് ഇപ്പൊ പിന്നെ ഞാൻ അതൊന്ന് ചോദിക്കാൻ നിൽക്കുകയാണ് ഞാന്. അതായത് യാഹൂ തങ്ങള്, ഈ യാഹൂ തങ്ങളുടെ പേര് വേറെന്തൊക്കെയാണ്? എന്താ കേട്ടിട്ടുണ്ട് യാഹൂദങ്ങള്. ഈ യാഹൂദങ്ങൾ BP അങ്ങാടി ഇപ്പോ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ആന ചുഴറ്റി എറിഞ്ഞിട്ടൊരു മനുഷ്യൻ മരിച്ചല്ലോ. BP അങ്ങാടി പിന്നെന്താണ് പുതിയങ്ങാടി നിർച്ച പുതിയങ്ങാടി ഇവിടെ അങ്ങാടിപ്പുറത്തുള്ള. അതെ, അങ്ങാടിപ്പുറം അല്ല, പുതിയങ്ങാടി തിരൂര് ഭാഗത്താ. ഇവിടെ പുതിയങ്ങാടി ഇവിടെ തിരൂര് ഭാഗത്താ. ഈ യാഹൂദങ്ങൾ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഉണ്ടായിരുന്നു ഇത്രേ. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ലാണ്ടാവട്ടെ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്ക് ഒരു ജാറല്ലേ വേണ്ടുള്ളൂ. ഒരു ബിസിനസ് വേണ്ടിയിട്ട് 400 മീറ്റർ ഗ്യാപ്പിൽ 2 ജാർ ഉണ്ടാക്കിക്കണു. അതില് ആളെ മുറിച്ചു കൊണ്ടുവച്ചിക്കുകയാണോ, വലിച്ചു കീറിയിട്ട് കൊണ്ടുവച്ചിക്കുകയാണോ, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഒരാളോട് ചോദിച്ചോ പറഞ്ഞത് അത് ശീതകാലം പോലെയൊക്കെ നമ്മള് കുറച്ചു കാലം ഇവിടെ കിടക്കും, കുറച്ചു കാലം അവിടെ കിടക്കും എന്നൊക്കെയാണ് പറയണത്. അതിലെന്റെ രസം ഈ ജാറത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞങ്ങളെ പറമ്പിന്റെ മുകളിൽ ഒരു ജാറുണ്ട്. അപ്പൊ അവിടെ ഒരാള് വയ്യാതെ കിടക്കുമ്പോ എന്റെ വാപ്പ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ വാപ്പാനായിട്ട് ജീപ്പും കൊണ്ട് അങ്ങോട്ട് അയാളെ കാണാൻ വേണ്ടി പോവാ. അപ്പൊ വാപ്പ ഈ ജാറത്തിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോടെ ഇവിടെ ചോദിച്ചേ, വാപ്പ അങ്ങനെ ചോദിക്കാം. ഹെഡ്മാഷായിട്ട് റിട്ടയർഡ് ആയതാ. അപ്പൊ എന്തോടെ ഇവിടെ ചോദിച്ചു, ഇവിടെ യാറാണ്. ആരതാ ചോദിച്ചത്? അത് കോയമ്പൂർ യാറാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വാപ്പ പറഞ്ഞു, വാപ്പാന്റെ പേര് കോയമ്പൂർന്നാ. അപ്പൊ ഞാൻ ഇവിടെ വണ്ടിയിൽ ഇരിക്കണേ, എന്റെ യാറുണ്ടാക്കണ വെച്ചു. അത് ചോദിച്ചാണ് പോയത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ നിങ്ങൾ യാറുണ്ടാക്കണ വെച്ചു. ഞാൻ അപ്പൊ ചോദിക്കുന്നു, കോയമ്പൂർ യാറെന്ന് പറഞ്ഞാൽ കോയമ്പൂർ എന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് പേരുള്ളത് കോയമ്മർ, KOYMER, കോയമ്മർ എന്ന് പേര്. വളരെ വളരെ കുറഞ്ഞ പേർക്ക് ആൾക്കാരുടെ ആ പേരുള്ളൂ. ഇവിടെ അങ്ങനെ കോയിമർ എന്ന ഒരാൾക്ക് പേരുണ്ട് വെച്ചെങ്കിൽ റോങ് ആയിട്ടുള്ള പേരാ വരിക. മറ്റേ കോയി എന്നുള്ള അല്ലല്ല, ഇവിടെ നമ്മളെ പഴയ കാലത്ത് ഒരു കോയമ്പൂർ അധികാരി ഉണ്ടായിരുന്നു. ഒരു പ്രാദേശികമായിട്ടുള്ള വല്യമ്മാന്റെ ബന്ധത്തിൽപ്പെട്ടായിരുന്നത്. കമ്മു, ഏനു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ പേരുകൾ ഇതിനുണ്ട്. അപ്പൊ ഈ പിന്നെ ഇതിന് കോയമ്പറാണ് അവിടെ കിടക്കണം, മരിച്ചു കിടക്കണമെന്നാണ്. കോയമ്പൂർ ഞാനാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ കൊടുന്ന് കൊയിച്ചോണ്ട് വെച്ചു. പിന്നെ ഈ സുന്നി എന്ന് പറയുന്ന സമസ്ത വിഭാഗം പറയുന്ന ആദർശം തന്നെ കുറച്ച് പുരാതന ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പുരാതനമൊന്നുമില്ല. പക്ഷെ പിന്നെ ആൾക്കാർക്ക് ഒപ്പിച്ച് വർത്താനം പറയും. അങ്ങനെ സുന്നിന്ന് വിട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ആളാവും ആക്കണ്ട്. ഞാൻ പറഞ്ഞില്ല, മറ്റൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു അറിയില്ല, മറ്റേ മരിച്ചു എന്ന് അറിഞ്ഞില്ലേ? അയാള് ബാപ്പ പിന്നെ ഇവിടെ നമ്മളെ കോട്ടക്ക പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ഞാനും ബാബാനെ നോക്കാൻ വേണ്ടി ഞാനാ നിൽക്കുന്നത് രാത്രി. അപ്പൊ വൈകുന്നേരത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഷെയ്ഖും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ കാണാൻ വേണ്ടി ഇവിടെ ഒരു പിന്നെ സ്വർണ്ണക്കട നടത്തുന്ന ആൾക്കാരൊക്കെ പാടുണ്ട്. ഓലൊക്കെ പാടെ വന്നിട്ട് അവിടെ വാപ്പാന്റെ റൂമിൽ, ഞാൻ നിൽക്കുന്ന റൂമിലുണ്ട്. ഇയാളുണ്ട് കയറി വന്ന് അയാള് കയ്യും കാലൊക്കെ പിടിച്ച് എല്ലാരും നീച്ച് നിന്ന്, ഞാൻ നീച്ച് നിന്ന് നിൽക്കാനൊന്നും പോയില്ല. അപ്പൊ ഓല ഭവ്യത കാണുമ്പോ നമ്മക്ക് പടച്ചോനെ ഇതെങ്ങനെ ഇപ്പൊ ഇവലിപ്പോ അയാൾ തോളിൽ വെച്ച് കൊണ്ടുപോകും. അത്രയും രൂപത്തിൽ ആ രൂപത്തിലാണ് ഓലായിട്ട് അയാളുടെ പെരുമാറുന്നത്. ഞാൻ നേരത്തെ കഥ പറഞ്ഞില്ലേ, അത് ഉണ്ടായ ചരിത്രം പിന്നെ ഓല് പറയണതാണ്. അതായത് ഈ കൊളംബി കുടിച്ചത്. ഇനിയിപ്പോ വേറൊരു കാര്യം പറഞ്ഞുതരാം. അത് അവിടെ ഉള്ളത് പറഞ്ഞു കേട്ടതാണ്. എന്നോട് ഇത് ചെയ്തൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമസ്തയുടെ മുസാവറ അംഗം ഇപ്പോഴും ആണ് തോന്നുന്നുണ്ട്. അയാളുടെ ഒരു മരുമകൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ മരുമകൻ കന്യാല മൗല എന്ന് പറയുന്ന അബ്ദുല്ലാജിയുടെ മുരീദായിരുന്നു. ആള് വലിയ പിന്നെ സനതൊക്കെ എടുത്ത വലിയ ഒരു ഇവരുടെ ഇതിലുള്ള ഒരു മുസ്ലിയാരാണ്.
ഈ പിന്നെ ആളെടുത്ത് പാതലാജി എന്ന് പറയുന്ന ഈ കന്യാല മൗല ഈ കൊളംബിയർക്കൊക്കെ ഈ ത്വരീഖത്തിന്റെ ആൾക്കാർക്ക് മുറുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. ഓർക്ക് മുറുക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും നല്ല മോരെയും കൂട്ടിയിട്ട്. ഈ കോളാമ്പി എന്ന് പറയുമ്പോ ഈ അവിടെ നിൽക്കണ ഈ ചെങ്ങാനോട് പറയും, പണ്ട് കുട്ടി തന്ന പ്ലാവ് ഉണ്ട്, വലിയ പ്ലാവ്, ആ പ്ലാവിന്റെ ചോട്ടേക്ക് തൂത്തിട്ട് ഒന്ന് കഴുകി കൊടുന്നാന്ന് പറയും. ഇയാള് ഇത് എടുത്തിട്ട് നേരെ പ്ലാവിന്റെ പിന്നെ പോയിട്ടാണ് കുടിച്ചും. അല്ല, ആ തരത്തിലുള്ള ആളുകൾ പോലും ഉണ്ട്. മറ്റേ AP ഉസ്താദ് ഉണ്ടായില്ലോ, AP ഉസ്താദ് പിന്നെ ഞാൻ ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ ഖത്തറുണ്ടാകുമ്പോ എന്റെ അളിയന്റെ ഗസ്റ്റ് ആയിട്ട് വരും ആളോട്. അളിയനവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. അപ്പൊ അയാളെ പിന്നെ ഓന്റെ വീട്ടില് ഓർക്ക് പിന്നെ ഭക്ഷണമൊക്കെ ഒരുക്കും. അപ്പൊ ഓന്റെ മൂത്ത അളിയാനെന്ന നിലക്ക് ഇനിയും വിളിക്കും ഭക്ഷണത്തിന്. ഞാനും ഇയാളൊക്കെ പോടെ വന്നിരുന്നു, നീ ഭക്ഷണം കുറച്ചേ കഴിക്കുള്ളൂ, പിന്നെ ബാക്കിയുള്ള കുറേ വാരിട്ട് കണ്ടാണ് പിന്നെ ചാറും ഇതൊക്കെ പറഞ്ഞാണ് കിളിമ്പിക്കാണ്ട് കിളിമ്പിക്കാണ്ട് അയാൾ പോകും. ബാക്കിയുള്ള അതിന്റെ 2-3 ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു മറ്റേ ഇത് ബർക്കത്ത് ബർക്കത്ത് എനിക്ക് ഞാൻ കണ്ടതാണ് നേരത്തെ. അതിലൊരു കാര്യം ഉണ്ടിട്ടില്ലേ, നമ്മൾ ഈ മേഖലയിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഇതിന്റെ ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് പഠിച്ചു നോക്കും. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വഭാവത്തിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ഉന്നതിയിലുള്ള ആളുകള് ഓല് ഈ പടു ഖുറാഫത്തിലാണ് ഓല് ഈ മേഖലയില് ഇപ്പൊ വളർന്നു വന്നതെങ്കില് ഓല് എത്ര തന്നെ സത്യം മനസ്സിലാക്കിയാലും ഓല ആ ഖുറാഫാത്ത് വിടൂല. അതെന്താ സംഭവം എന്നറിയോ? ഈ ഖുറാഫാത്തിലുള്ള നീർച്ചയും ആ പിന്നെ കൊടുക്കലും ആ വാങ്ങലും ആ പോക്കും വരവും അതാണ് ഇവർക്ക് ഈ സാമ്പത്തിക ഉന്നതി നൽകിയത് എന്നാണ് അവരുടെ വിചാരം. ഇനി എങ്ങാനും നമ്മള് ഈ ലെവലിലേക്ക് പോയാലും ഇതൊക്കെ പോയാലും ഒന്ന് പേടിയാണ്. ഇതൊക്കെ ഉയർച്ച ഉണ്ടായെന്നുള്ള തോന്നലാണ്. ഇനി വേറെ കാര്യട്ടില്ലേ, അള്ളാഹുലേക്ക് അടുത്ത് കഴിഞ്ഞാൽ ഇന്ന് കുറെ പോകുകയും ചെയ്യും. എന്താന്ന് വെച്ചാൽ അള്ളാഹ് പറഞ്ഞതാണ് നിങ്ങളെ പരീക്ഷിക്കുന്നുള്ളത്. അത് ഇപ്പൊ ഈ ഞങ്ങളെ നാട്ടിലുണ്ട് കുറെ പണക്കാരങ്ങനത്തെ ഉണ്ടേ, പട്ടു ഖുറാഫികളായിട്ടുള്ള ഓൽക്കറിയാം, പക്ഷെ ഓല അതിൽ നിന്ന് മാറൂല. അത് ഇത് പോകും എന്നുള്ള ഭയത്തിലാണ് പോകുന്നുണ്ട്. പഠിച്ചോ നമ്മൾക്ക് ഒരു നേർമാർഗം കാണിച്ചു തരട്ടെ എല്ലാവർക്കും. ഇത്രേ ഉള്ളൂ. നമ്മള് പിന്നെ ബേജാറായിട്ട് പോകുന്നു വേണ്ട, നമ്മളെ അട്ടത്തുള്ള ഖുറാനിന്റെ എടുത്താൽ മതി. നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതിലുണ്ട്. ഈ ഖുറാനിന് പരിഹാരം ഉണ്ട് എന്ന് പറയുമ്പോ എന്താ ആൾക്കാർ ചെയ്യണെന്ന് അറിയോ? നമ്മളെ വേറെയുള്ള ഇവിടുത്തെ ഈ ഇതിലേക്കുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ആ സാധനം ഉപയോഗിക്കുന്നത്. മൊത്തത്തില് അത് ഒന്ന് അതിന്റെ അർത്ഥസഹിതം ഒന്ന് മനസ്സിലാക്കിയാലുള്ളത് എന്താന്ന് മനസ്സിലാക്കുക. ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ പണ്ട് നമ്മളോടെ ഖുറാന് കുട്ടികള് മദ്രസക്ക് കൊണ്ടുപോകും, ഖുറാൻ കൊണ്ടുപോകും. മദ്രസ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഖുറാനുമ തുടരില്ല. പിന്നെ ഖുറാൻ എടുക്കുക, ആരെങ്കിലും മരിച്ചാൽ പിന്നെ തലക്കും പാത്തിരുന്നിട്ട് ഒരേ ഓത്താവും. അതല്ലെങ്കിൽ പിന്നെ ബറാത്ത് വരണം. ഈ ബറാത്ത് എന്ന് പറഞ്ഞിട്ട് ഷബാനിലല്ലേ ഒരു ബറാത്തിന്റെ ഒരു പരിപാടി 3 യാസീനോത്തുണ്ട്. അതിന് 3 യാസീനോതാണ് എടുക്കുക. ഇങ്ങനെ തുണിന്റെ കവർ ഉണ്ടായാലും കട്ടി വെച്ചിട്ട് മടക്കിക്കുമ്പോ പണ്ട് പള്ളിയിലൊന്നും ഇത്ര ഖുറാനും ഉണ്ടാവില്ല. അപ്പൊ ഈ ഗൾഫിന്റെ ആ ഒരു ഇത് നമുക്ക് കണ്ടമാനം ഖുർആൻ തന്നു, ആളുകൾ ഖുർആനോട് അടുത്തു. അതിലും മറ്റൊരു കാര്യമുണ്ട്, ആദർശം അന്ന് ഈ വല്ലാത്ത വിവാദത്തുകളൊന്നും ഇല്ലെങ്കിലും ആദർശമുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് ആദർശത്തിനെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മൂടുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം, നിങ്ങളെ നാട്ടില് നിങ്ങളെ ചെറുപ്പകാലത്ത് ഹജ്ജിന് പോണ ആളുകള് ഹജ്ജിന് നിങ്ങളെ ചുറ്റുവട്ടത്ത്, അതായത് നിങ്ങളൊരു പരിധി ഉണ്ടാവില്ല, ഒരു പഞ്ചായത്തിന്റെ പരിധി, അതിലൊരാൾ ഹജ്ജിന് പോയാൽ പോലും അറിയും. ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരാൾ ഹജ്ജിന് പോയാലും കൂടിയും ആ ആള് ഹജ്ജിന് പോയിക്കണു എന്ന് അറിയും. അവിടെ വലിയ പരിപാടി, കല്യാണം പോലെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തി ഒരു നല്ല ലാവിഷായിട്ടാണ് ഹജ്ജിന് പോവുക. ഇന്നത്തെ കാലത്ത്
നമ്മളെ തൊട്ട അപ്പുറത്തെ പെരീത്ത ആള്, ഒരു ഹൗസിംഗ് കോളനി ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പെരീത്ത ആള് ഹജ്ജിന് പോയിട്ട് വന്നിട്ട് ചിലപ്പോ 2 ഈത്തപ്പഴം കൊണ്ട് വരും. ഞാൻ മുട്ട അടിച്ചിട്ടുണ്ടാവും. ഹജ്ജിന് വയ്ക്കായിരുന്നു, പറയാ നിങ്ങളെ വിട്ടുപോയി, വിളിച്ചിട്ട് കിട്ടിയില്ല. ഇന്നത്തെ ഹജ്ജ് അങ്ങനെയാണ്, ഹജ്ജ് പെരുകി. നിസ്കാരത്തിന് ആ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയും താടിയും ഡ്രസ്സും വെളുത്ത ആളുകളാണ് പള്ളിക്ക് ഉണ്ടാകുക. ചെറുപ്പക്കാർക്ക് പള്ളിക്ക് പരിപാടിയില്ല, ഇല്ലല്ല. പിന്നെ ഒരു മയ്യത്ത് നിസ്കരിക്കാനും ജുമാക്കെ പോവുള്ളൂ. ഇന്ന് യുവാക്കൾ പള്ളിയിൽ പെരുകി, അതേപോലെ ഉംറ പെരുകി. ഉംറക്ക് ഇപ്പൊ പിന്നെ ഒരു പണിയെടുത്ത് കൂലിപ്പണിയെടുത്ത ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതിന് പിന്നെ പെട്ടിക്കട പോലെ ഉംറ സർവീസും ഉണ്ട്. അതെ, പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. അതോടൊപ്പം സക്കാത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കൽ തുടങ്ങി. പണ്ട് ആൾക്കാർ ഇങ്ങനെ പിച്ചക്ക് വരുമ്പോ 2 റുപ്യ 5 റുപ്യ കൊടുത്തിരുന്നു, അല്ലെ മാക്സിമം 10ന്റെ നോട്ടായിരുന്നു. എനിക്കറിയാം 10ന്റെ നോട്ട് എന്ന് പറഞ്ഞൊന്നും ഇല്ല. എനിക്ക് എന്റെ വല്യപ്പണ്ടായിരുന്ന കാലത്ത് കുറെ ചില്ലറ തൊട്ടുകൾ കൊടുത്തു, 5 പൈസ 10 പൈസ, എന്നൊക്കെ 5 പൈസയും 10 പൈസയും വലിയ കിട്ടിട്ട് 50 പൈസ. അത് സത്യത്തിൽ സക്കാത്ത് അല്ല, അതൊരു കൊടുക്കുന്നത് ധർമ്മാണ്. ഇന്ന് ആ നടത്തക്കാര് വളരെ കുറവാ, നടത്തക്കാർ കമ്മിയാണ്. അതന്നുള്ളൊരു തരത്തിലുള്ള നടത്തം മാത്രമാണ് ഇന്നുള്ളത്. അന്ന് പിന്നെ അത് പഞ്ഞകാലം കുറച്ചൊക്കെ അങ്ങനെ കിട്ടിയെങ്കിൽ കഴിച്ചിലാവുള്ളൂ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കറക്റ്റ് ആയിട്ട് പല ആളുകളും അത് അതിന്റെ വിഹിതം മാറ്റി അത് അർഹരിലേക്ക് എത്തിക്കുകയാണ്. എത്ര കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇബാദാത്തുകളൊക്കെ ഇപ്പൊ കൂടി, ഇബാദാത്തുകള് കണിശമായി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആള്. അത് പണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ റംസാനിക്ക്, അതായത് ഒരു നായര കടയുണ്ട്, അവിടെ ഭയങ്കര കച്ചവടമാകും റംസാനിക്ക്. റംസാൻ കഴിഞ്ഞാല് നമ്മളെ ആ ഒരു സിറ്റിയിലത്തെ ഹോട്ടലിലാവും കച്ചവടം കൂടുതല്. റംസാൻ ആയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തുള്ള ഒരു കടയുണ്ട്, അതിൽ ഭയങ്കര കച്ചവടമാവും. അപ്പൊ എന്താ ഈ കാക്കാര് വീടിയും വലിച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്ന് ചായ കുടിയാണേ. വീട്ടിൽ ചോറും കഞ്ഞി കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടാവൂല, ഇത് ചായ വീടിമേണ്ട്. ഇന്ന് പുറത്തുനിന്ന് ഒരാൾ ഒരു സിഗരറ്റോ ഒരു വെള്ളമോ കുടിക്കുന്നത് കണ്ടാല് ഓനെ പറ്റ മോശപ്പെട്ടവനാണ്. അന്ന് അതൊരു വിഷയമല്ലായിരുന്നു, അന്ന് അത് ഇത്ര വിഷയമല്ല. അതൊരു എന്തോ ഒരു മേന്മായിട്ട് കണ്ടു നമ്മള് നോൻപൽക്കാകും. അല്ല, ദീനിന്റെ കാര്യത്തിൽ അന്നൊന്നും സംഭവം ഒന്നാണ്, മനുഷ്യന്റെ മനസ്സിന്റെ കാര്യത്തിൽ നല്ല മാറ്റം വന്നു. അതെ, ഒരുപാട് മാറ്റം വന്നു. അപ്പോ ഈ വിഷയമൊക്കെ നടക്കുന്നതിന്റെ ഒപ്പം ഇബാദാത്തുകള് നല്ലോണം, ഇബാദാത്തുകളായിട്ടുള്ള ഈ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഖിയാനത്ത് അന്നത്തേക്കാൾ കൂടി. അന്ന് ആളുകൾക്ക് വളരെ അറിവ് കുറവാണെങ്കിൽ പോലും പടച്ചോനെ പേടി ഉണ്ടായിരുന്നോ? ഇന്നതില്ല, ഇന്ന് പടച്ചോനെ പേടില്ല. അതാരാ അങ്ങനെ ആക്കിയെന്നറിയോ? നേരത്തെ നിങ്ങളെടുത്താണോ നേരത്തെ വിളിച്ച ആളെടുത്താണോ പറഞ്ഞെന്നറിയില്ല. ഒരു സംഘടന ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് സംഘടന വളരുക, അത് പിളരുമ്പോഴാണ്. തമ്മിലുള്ള പോരുമ അത് ഭയങ്കര, ഓലയെക്കാട്ടിലും മൂത്ത ഞാനാണ്, ഇന്നേക്കാട്ടിലും മൂത്ത ഓലാകരുത് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വളരുക. ഈ വളരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ കേരളത്തില് മുസ്ലിം എന്നുള്ള ഒരു സമുദായത്തിൽ മാത്രം എത്ര സംഘടനകൾ ഉണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ 10 പേരിലും തികയില്ല. പിന്നെ 2ാം പേര് 10 പേരിലെടുത്താലും തികയില്ല. ആയി ഈ സംഘടനകളുടെ ആളുകളായിട്ട് ഇപ്പൊ അതിലേക്ക് ഒരാൾ വരുമ്പോ ഓനെ വേഗം മണ്ഡലം സെക്രട്ടറി, ഇവനെ വേഗം പിന്നെ ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ ആക്കി വെക്കും, കൊടുക്കും. എന്നാ പിന്നെ ഓൻ അവിടെ നിന്നോളും. ഈ സാധുവിനെ പുളിമക്കേറ്റിച്ചിക്കല്ലേ. പിന്നെ ഇവനിക്ക് പിന്നെ ഉമ്മയും ബാപ്പയും പെണ്ണുകളും കുട്ടിയൊന്നുമില്ല, ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംഘടനയെ കയറ്റി വെക്കും. സംഘടന വലുതാകുമ്പോ സംഭവിക്കുന്നത് മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാവ് കൊണ്ട് ഉച്ചരിക്കുകയൊക്കെ ചെയ്യും, അള്ളയും റസൂലും ഒക്കെ. പക്ഷേ സംഘടനയുടെ കാര്യം വരുമ്പോ, അത് ഞാൻ ഇങ്ങനെ പറയുമ്പോ പല ആളുകൾക്കും എന്നോട് വെറുപ്പുണ്ട്. അത് ഈ സംഘടന അതിന്റെ ഉള്ളിലത്തെ കാര്യം അങ്ങനെ വരുന്നത്. ഞാൻ ഈ സംഘടനകള് എന്ന് ഇങ്ങനെ പറയുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു, അത് മറ്റൊരു മേഖലയാണ്.
ഉം, ഉം. ഇതുപോലത്തെ ഒരു വിഷയമല്ല അത്. ആ, സംഘടനകൾ എന്നുള്ളതിനെ കുറിച്ച് വിട്ടു നിന്ന് ചിന്തിക്കാൻ കാരണം സൗദി അറേബ്യയിൽ നിന്നാണ് എനിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്, ഇസ്ലാമിക വിദ്യാഭ്യാസം വ്യക്തമായിട്ട് കിട്ടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം പഠിക്കുന്നത് ഞാൻ ഈ സൗദി അറേബ്യയിൽ പോയിട്ടാ. ഉം, അത് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് സമസ്ത മദ്രസ ഇ.കെ. മദ്രസയിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്. ഉം, ഉം. ഈ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും പറഞ്ഞാല് ഇന്നും ഈ സമസ്ത വിഭാഗക്കാര് ആ ഒരു ടീം അള്ളാഹു അല്ലാതെ ഇലാഹില്ല അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഉം. അല്ല എന്താടോ, അള്ളാഹ് തന്നെ. ഇലാഹ് എന്താണ്? ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇത് എത്ര കാലത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു വിഷയത്തിൽ. അതിനുള്ളിൽ ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. ഓ, അസ്മാവ് സിഫാത്തും ലാ ഇലാഹ ഇല്ലല്ലയും പഠിച്ചാൽ തന്നെ പക്ക മുസ്ലിം ആയിട്ട് ജീവിക്കാൻ കഴിയും എനിക്ക്. പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയും. അതായത് അസ്മാവ് സിഫാത്ത് അത് കാണാപ്പാട വരെയൊക്കെ പഠിക്കും. അസ്മാവ് സിഫാത്ത് പഠിക്കുന്നതിന് മുമ്പ് അസ്മാവ് ബദർ പഠിക്കും. അതുണ്ടാവും. ഈ അസ്മാവ് സിഫാത്തിന്റെ ഉം. വ്യാഖ്യാന സഹിതം പഠിച്ചു കഴിഞ്ഞാല് തൗഹീദ് ഉറച്ചതാവുകയെ. അതെ, 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 അതെ. അപ്പോ ഈ ആളുകൾ വരുന്നത് ആളുകൾ അതിലേക്ക് അടുക്കുന്നില്ല എന്നുള്ളതാണ് സാഹിബേ. നടക്കുന്നില്ല. പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളെ ഷെയ്ഖ് ഇത്രയും വലിയ ഷെയ്ഖാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയ്ഖന്മാരിൽ പെട്ട ഷെയ്ഖ്, അതായത് സി എമ്മും കോയക്കാക്കിയൊന്നുമല്ല, AP, EK അങ്ങനെയുള്ള ഓന്റെ ഷെയ്ഖ് ഇപ്പൊ മറ്റേ നമ്മളെ ദുസൂഖി തരീക്കത്തുണ്ടല്ലോ, ഓ അതിലാണല്ലോ നമ്മളെ മറ്റേ കക്കാട് പൈസിന്റെ കാക്കാട് വൈസി. അവനാണ്. വൈസിയൊന്നുമില്ല, ഒരാളുടെ ത്വരീഖത്ത്. ഞാൻ ത്വരീഖത്തിൽ പോയിട്ട് അതിന് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. അല്ല, ഇബ്രാഹിം സാഹിബിന് ത്വരീഖത്ത് എന്താണെന്നറിയോ? എനിക്കറിയില്ല. ഞാൻ ഇവലിങ്ങനെ ഓരോ ഷേഖന്മാരെ പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി എനിക്കറിയാം. ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ പോയിട്ടില്ല. സമയമുണ്ടോ? കാരണം എന്താണെന്നറിയോ, ഒരു വിഷയം വരുന്ന സമയത്ത് ഒരാളെടുത്ത് പറയുമ്പോ ഞാൻ പറയുന്നത് 100% സത്യം എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ ഇസ്ലാമികമായിട്ട് മനസ്സിലാക്കിയ ഈ സാധനത്തിൽ പെട്ട് അടിപ്പെട്ട് ആ ഒരു ലെവലില് ചീഞ്ഞു നാറി നിന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എളുപ്പമുള്ള കാര്യമല്ലല്ലേ? അല്ല. ഇനി ഇതിന്റെ ഒരു അടിസ്ഥാനം കേട്ടോളി. നേരത്തെ നമ്മള് പറഞ്ഞ ആ ഒരു കാര്യങ്ങളിലൊക്കെ വരുന്ന ആദർശം ഉണ്ടല്ലോ, നമ്മുടെ ആദർശം അമാനത്താണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഇതിൽ നിന്ന് അകറ്റുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടുള്ള ഉദ്ദേശം. വളരെ പെട്ടെന്ന് ഞാൻ ഒന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തന്നെ അവിടെ വലിയ തരത്തിൽ ഇസ്ലാമിക ലോകം എന്ന് പറഞ്ഞാൽ അന്ന് മക്ക മദീന ആ ഒരു റേഞ്ചിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു, പിന്നീട് വ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് തന്നെ പല ഭിന്നതകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു, പല ഫിത്നകളും. ആ ഫിത്നകളൊക്കെ ഈ റസൂലുള്ളാഹിന്റെ കാലശേഷം ശത്രു മുസ്ലിമും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നത്. ചരിത്രം അങ്ങനെയാണ് നമുക്ക്. ആ കാലഘട്ടത്തില് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് റോമക്കാരുമായിട്ട്, ഉമർ റളിയല്ലാഹുവാണ് മറ്റേ ഫലസ്തീനില് ഒരു വീണ്ടെടുപ്പൊക്കെ നടത്തിയ ഒരു ചരിത്രപ്പെടുത്ത് വന്നിരുന്നല്ലോ ഖുദ്സിന്റെ കാര്യത്തില്. ആ വിഷയത്തില് റോമക്കാരുമായിട്ടൊരു കിസ്റയുടെ കാലത്ത് ഒരു ശക്തമായ യുദ്ധം ഉണ്ടായി. അപ്പൊ ഈ മുസ്ലിം പോരാളികൾ എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കയ്യിൽ വലിയ വലിയ ആയുധ സാമഗ്രികളൊന്നുമില്ല, എന്നാൽ റോമൻ സൈന്യത്തിന്റെ കയ്യിൽ വലിയ യുദ്ധക്കോപ്പുകളും പടയാളികളും ഉണ്ട്, സെറ്റപ്പിലാണ് ആണ്. പക്ഷെ ഇവര് തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാല് എത്ര ആളുകൾ ഇവര് മരിച്ചാലും, മുസ്ലിം പോരാളികൾ മരിച്ചാലും ഓല് ജയിച്ചു എന്ന് പറയാം. അവര് വിജയിച്ചു എന്ന് പറയാന്ന് മാത്രമല്ല, അവർ വിജയിക്കും ചെയ്യും. ചെറിയ എണ്ണം ആളുകൾ പോയിട്ട് ചെറിയ യുദ്ധ സാമഗ്രികളുമായിട്ട്, വെപ്പൺസുമായിട്ട് ഒരു യുദ്ധം ജയിച്ചു പോരും ചെയ്യും. എന്താണ് ഇവര് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, എന്താണ് ഇവരുടെ വിജയരഹസ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കിസ്റ ചാരന്മാരെ വിടുകയാണ്. ചാരന്മാരെ മുനാഫിക്കുകളായിട്ട് അവിടുന്ന്, അതായത് മുസ്ലിങ്ങളാണെന്ന് വ്യാജേനയാണ് ഇവരുടെ അടിയിൽ ജീവിക്കുന്നത്. അങ്ങനെ അവര് കുറെ ദിവസങ്ങള് ഇതിനിടയിലൂടെ നടന്ന് മനസ്സിലാക്കിയ ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അടിമക്കും ഉടമക്കും ഇടയില് അവർക്ക് മാബൈന ഫീഹി എന്നുള്ളതാണ്. ഇബ്രാഹിം സാഹിബിന് അതിന്റെ ഒരു ഇത് മനസ്സിലായില്ലേ? അള്ളാഹ്ക്കും ആ വിശ്വാസിയായ പോരാളിക്കും ഇടയില് വേറൊരു തടസ്സമല്ല, വേറൊന്നുമില്ല. ഓൻ നേരിട്ട് ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുമ്പോൾ ചൊറി പൊട്ടുന്ന ആളുകളില്ലേ,
ഓല് മനസ്സിലാക്കണത്. അപ്പോ ആ സമയത്ത് ഇത് കണ്ടെത്തി ഇവര് കിസ്റക്ക് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അന്ന് മുതല് കിസ്റയല്ല മറ്റൊരു ടീമുണ്ട്, യഹൂദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഈ ടീം എന്നും ഖൈബർ മുതല് അവർക്ക് വ്യക്തമായ ശത്രുതയാണ്. ഖൈബർ അല്ലാതെയും അവർക്ക് ശത്രുത ഉണ്ട്. കാരണം അവര് വേശ്യയുടെ പുത്രൻ എന്ന് പറഞ്ഞ പുണ്യപ്രവാചകനായ ഈസബിന് മറിയമിനെ, ഈസയുടെ ഉമ്മ മറിയം പതിവ്രതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി ഇസ്ലാം പറയുന്ന ആളുകളാണ് മുസ്ലിങ്ങള്. ഈസ എന്ന് പറയുന്ന ഈശോ മിശിഹ എന്ന് മറ്റൊരു വിഭാഗം പറയുന്നുവെങ്കിലും ഈസ എന്ന് പേര് കേൾക്കുമ്പോൾ അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം, അതും അവർക്ക് ശത്രുതയാണ്. അപ്പൊ ഈ ശത്രുതയൊക്കെ മനസ്സിലുണ്ട്. ഇവരുടെ ശക്തി ക്ഷയിക്കണം, അല്ലെങ്കിൽ ഇവർ പണ്ട് പല ആളുകളും പ്രസംഗത്തിൽ പറയും, അജ്ഞതയുടെ പടുകുഴിയിൽ നിന്ന് കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം പ്രാപ്തരാക്കിയ എന്നൊക്കെ പറയുമല്ലോ അറബികളെ. ആ ആളുകൾ ലോകം കീഴടക്കും എന്നുള്ളൊരു ഇത് ബുദ്ധിരാക്ഷസന്മാരായ പഴയ മൊസാദിന്റെ വാപ്പാർക്ക് തോന്നി. അപ്പോ ഈ കിസ്റക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഓലവിടെ പ്രായോഗികവൽക്കരിച്ചത്. ഈ അടിമക്കും ഉടമക്കും ഇടയിൽ എന്തെങ്കിലും ഇടാം. അതിനിടാൻ പറ്റിയ ഏറ്റവും നല്ലത് ഇപ്പോ നൂഹ് നബിയുടെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും മയ്യത്തുകളാണ് അതിന് നല്ലത്. ഓ, അങ്ങനെയാണ് വന്നത്. ഈ മയ്യത്തുകൾ വരണമെങ്കിൽ ഓലടുത്ത് പണ്ടേ ചാരങ്ങളുണ്ട്, ഓല് ചാരത്തിലെ ആളുകളാ. ഓലത് ഷിയാക്കളെ പഠിപ്പിക്കുകയാണ്. ഷിയാക്കളെ പഠിപ്പിക്കുന്നത് ത്വരീഖത്ത് എന്ന ആ ഒരു സിസ്റ്റം വെച്ചാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു മുരീദ്, മുരീദ് മശായിഖ്. പിന്നെ ഈ മുരീദിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടിച്ചെങ്കില് നേരെ അള്ളഹാനോടൊന്നും പറയണ്ട, മശായിഖിനോട് പറഞ്ഞാൽ പറയാം. എന്തായി നേരത്തെ കിസ്റ കണ്ടെത്തിയത് എന്താണ്? അള്ളാഹ്ക്കും ഇവർക്കും ഇടയിൽ ഒന്നുമില്ല. അള്ളാഹ്ക്കും ഏട്ടയാളിനെ വെച്ചു കൊടുത്തു. അത് ത്വരീഖത്ത് എന്നുള്ള ഈ ത്വരീഖത്തില്ലാത്ത സംസ്ഥക്കാരില്ല. അവരെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു തങ്ങൾ എനിക്ക് വിളിച്ചിരുന്നു, പക്ഷെ അന്ന് ആ കോള് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതില് വ്യക്തമായിട്ട് അയാൾ എല്ലാവരിലും ത്വരീഖത്തുണ്ട്, എങ്ങനെയാണ് അവർ കൊണ്ടുനടക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ ഈ ത്വരീഖത്ത് എന്നുള്ള സാധനം അങ്ങനെയാണ് വരുന്നത്. ഇസ്ലാമില് ഒരു കാര്യം പുണ്യമാണ് എന്ന് പറഞ്ഞു വരണമെങ്കിൽ അതിന് വഹീന്റെ കയ്യൊപ്പ് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ വഹി അനുസരിച്ചല്ലാതെ പ്രവാചകനൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലുണ്ടാവും. ഇതിൽ രണ്ടിലും ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട ഈ സാധനത്തിന് ഒരു തെളിവുമില്ല. അതിൽ പോയി പെട്ടവര് രക്ഷപ്പെടാൻ പ്രയാസാണ്. പിന്നെ ഈ ത്വരീഖത്ത് വ്യാപിച്ചിട്ട് എന്തായി? ത്വരീഖത്ത് ഇല്ലാത്തവനും മയ്യത്ത് വ്യാപാരായി. വേണ്ട. റോഡ് സൈഡിലുള്ള ജാറങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ട് റോഡ് പണിക്ക് കൂട്ടിയ മെറ്റൽ കൂനമ ഒരു സിമെന്റ് വെച്ചിക്കാണ്. സംശയിക്കണ്ട നിങ്ങള്. അല്ലെങ്കിലോ പണ്ട് ഏതെങ്കിലും ഒക്കെ വണ്ടി മുട്ടിച്ചത്ത പട്ടിയുടെ ഇത് കുഴിച്ചിട്ട് അടക്കോല് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കഴുത ചത്തിട്ട് ഒരു ഇത് കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ. അങ്ങനെ ഉണ്ടാവാം. എന്തായാലും അള്ളാഹ് പരിശുദ്ധ ഖുർആനിലാണല്ലോ നമുക്ക് അള്ളാഹ് എന്താ പറഞ്ഞതെന്ന് അറിയാം. അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റുക എന്നുള്ളതാണ്. അതില് ഈ നമ്മളൊരു സഹോദര മതസ്ഥരായ ആളുകളെ അവർക്ക് ത്രിത്വത്തിൽ ഏകത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവ് എന്നുള്ളത് ദൈവമാണ്, പുത്രൻ ദൈവത്തിന്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവ് ഗബ്രിയേൽ അല്ലെങ്കിൽ ജിബ്രീലുമാണ്. എന്നാൽ അവര് കാലങ്ങളായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ദൈവത്തിന് സ്തോത്രം അവർ പറയണില്ല. ഇനി പറയണുണ്ടെങ്കിൽ തന്നെ അത് ഈശോ ദൈവത്തിനാണ് അവർ സ്തോത്രം പറയണത്. ഇല്ല, ഈശോ മിശിഹായിക്കാണ് അവർ സ്തുതി എപ്പോഴും പറയുക. അപ്പൊ അച്ഛൻ പറയും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ അറിയും. ഒന്ന് വീഴാൻ പോയാലേ നമ്മളെ ഖുറാഫികൾ ബദ്രീങ്ങളെന്ന് വിളിക്കുന്ന പോലെ ഒരു ഈശോനെ വിളിക്കുള്ളൂ, വിളിക്കൂല. അപ്പൊ ഈ പൗരോഹിത്യം അതാണ് ഇങ്ങനെ ആക്കണതേ. അതെ, നമ്മളെ മറ്റേ സൗദ് ബിൻ ജോർജ് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ജോർജ് സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വീഡിയോകളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ദൈവത്തിനെ വിളിച്ചിട്ട് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാടുണ്ടല്ലോ അങ്ങനെ. അത് അവിടുന്ന് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ട് പിന്നെയും മറ്റേ വിളിച്ചെന്ന് തന്നെ പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു.
സെയ്ദ് ആ ഒരു കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഒന്നുകൂടി ഖുർആൻ സംബന്ധമായിട്ടാണ് കൂടുതൽ പറയാ സയ്യിദ് ഇബ്നു ജോർജ്. എന്നാൽ ഇവരുടെ ഈ കാര്യങ്ങൾ കൂടി ഡീപ്പായിട്ട് പറയുന്ന മുഹമ്മദ് ഈസ പെരുമ്പാവൂർ, ആ അദ്ദേഹത്തിന്റെ വീഡിയോകൾ വരാറുണ്ട് നല്ല രീതിയിൽ. അദ്ദേഹത്തിന് ഈ ഇവരുടെ ആളുകള് തീരുമാനിച്ചിട്ടുള്ള എല്ലാ അവരുടെ വിഭാഗങ്ങളും കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരാളും അയാൾക്ക് വിളിച്ച് ഒരു കാര്യവും തർക്കിക്കരുത് എന്നുള്ളതാണ് അവരുടെ മൊത്തത്തിലുള്ള ഒരു അജണ്ടയാണത്. ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണല്ലേ? കാരണം അയാൾ തർക്കിച്ചു കഴിഞ്ഞാൽ പൊളിയും. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ എനിക്ക് ആദ്യം ആളുകൾ നല്ലോണം വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും നമ്പർ ഇടും, വിളിക്കൂല. എന്നോട് തർക്കിച്ചിട്ട് ഇതാ അതൊന്നും അല്ലട്ടില്ലേ, വിളിക്കൂല. എന്നോട് വിളിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ കുറെ കാലമായി ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോ നമുക്ക് അനുഭവസ്ഥനാണ് അക്കാര്യത്തില്. ഞാൻ അയാൾ മരിച്ചു എന്ന് പറഞ്ഞ ആള് ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കണേ, അയാൾ മരിച്ചുപോയി. എന്നോട് ഈ മരിച്ചു എന്ന് പറഞ്ഞ അയാൾ മരിച്ചു സി എം മടവൂര് അയാള് 93 മരിച്ചുണേ. അങ്ങനെ 85-ലാണ് 86-ലൊക്കെയാണ് ഞാൻ ആ കാലഘട്ടത്തിലാണ് ഞാൻ അയാളെ പോയി കാണുന്നത്. അയാള് മരിച്ചു പോയി, ഞാനിപ്പോഴും ബാക്കിയിരുന്നു. അയാൾ ഔലിയാണെന്നാണ് ഇവര് പറയുന്നത്. എന്റെ കാക്കുനി ഞാൻ 2 കാര്യം പറഞ്ഞു തരട്ടെ. ഒന്ന്, നിങ്ങൾ പറഞ്ഞ താടി ഇല്ലായ്മല്ലേ, താടി എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ ഖൗലുണ്ട്, ഫിഅലും ഉണ്ട്. അതായത് ഈ തലയിൽ കെട്ടാനോ തല ഇതാക്കാനോ ഒന്നും ഫിഅലുണ്ട്, അതായത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് ഇവര് 100 ഹദീസ് ഉണ്ടാക്കും. എന്നാൽ ഈ താടി എന്ന് പറയുന്ന സാധനം അള്ളാന്റെ റസൂല് നമ്മോട് വെക്കാൻ കൽപ്പിച്ചാണ്. വഹി അനുസരിച്ചല്ലാതെ പ്രവാചകൻ മതകാര്യങ്ങളൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല എന്ന് ഖുർആനാ പറയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് നിസായിൽ 55-ാമത്തെ ആയത്തിലൂടെ പറയുന്ന അള്ളാനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം എന്നാ. റസൂല. അപ്പൊ അള്ളാനെ അനുസരിക്കണം. അള്ളാഹ് താടി വെക്കാൻ പറഞ്ഞാൽ എല്ലാരും വെക്കുമല്ലോ, നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് നോമ്പെടുക്കണ മാതിരി. അപ്പോ അള്ളാഹുന്റെ റസൂല് താടി വെക്കാൻ പറഞ്ഞു. അത് എത്ര ആള് വെക്കുന്നുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ. അപ്പൊ അത് വെക്കുക എന്നത് സുന്നത്താണ്, അത് എടുക്കുക എന്നത് പ്രവാചക നിന്ദയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിട്ടില്ലേ. പ്രവാചകൻ ചെയ്യാൻ കൽപ്പിച്ചു, പ്രവാചകൻ അനുസരിച്ചാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞു. വമൻ യുതിഅ റസൂല ഫഖദ് അതാ അല്ലാഹ് എന്ന് പറയുന്നത്. ആര് അള്ളാന്റെ റസൂലിനെ അനുസരിച്ചു അവൻ അള്ളാഹിനെ അനുസരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ ശരിയായ മാർഗം. അപ്പോ ഈ സാധനം വടിച്ചു കളയണം ഔലിയല്ല. ഒന്ന് കറാത്ത് പോലും ചെയ്യൂല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തുരുതുര സിഗരറ്റ് വലിക്കുക, ഈ 4 കൂട്ടി മുറുക്കി തുപ്പുക, ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് സഹിച്ച. ഒരു പെണ്ണിനെ ഒരു അബൂഖറാജിയുടെ മകളെ സൈനബെ സുബൈദ എന്താണ് ഇതിനെ കല്യാണം കഴിച്ചു കൊടുന്നിട്ട് വീട്ടിക്ക് തിരിഞ്ഞു നോക്കാതെ ഇരുന്നപ്പോ ഇയാളുടെ പെങ്ങള് വന്നിട്ട് പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് വിളിക്കുകയാണ്, എടാ അബൂക്കറെ ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. മൂപ്പരെ താത്ത എടാ വാടാന്നൊക്കെ വലിച്ച് കൊണ്ടുവരുന്നത്. അതിന് ഇജ്ജൊരു പെണ്ണിനെ കെട്ടി കുടിയിൽ കൊടുന്നാക്കിയിട്ടില്ലേ, അതിന് എണ്ണയും സോപ്പും കൊടുക്കണ്ടേ, അതിന് ചെലവിന് കൊടുക്കണ്ടേ, അതിന്റെ അടുത്തേക്ക് ചെല്ലണ്ടേ? ഈ എണ്ണയും സോപ്പും തിന്നാനും മാത്രം കൊടുത്താൽ പോരല്ലോ. കല്യാണം കഴിച്ച പെണ്ണിന്റെ അടുത്ത് പോകും വേണ്ടേ, അതിന്റേതായ കാര്യങ്ങൾ കൊടുക്കണ്ടേ. അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് എന്ത് പണിയടാ ചെങ്ങായി ഈ കാട്ടിനെന്ന് ചോദിച്ചപ്പോ ഇയാൾ അവിടെ ഉള്ള ഒരു മജീദ് മുസ്ലിയാരെ വിളിച്ചിട്ട് ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് ഈ ചെങ്ങായി എന്ത് ചെയ്തെന്നറിയോ ഇവരൗലിയ അബൂഖറാജിയുടെ മകള് പേരെന്തോ ആട്ടെ സൈനബെ സുബൈദ കൺഫ്യൂഷനാണുള്ളത്. 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി അബൂഖറാജിയുടെ മകൾ അബൂഖറാജിയോട് പോയിക്കോളാൻ പറയുന്നത്. ഇത് ഏത് ഇസ്ലാമ? പച്ച ഹറാമല്ലത്. ഒരു പെണ്ണിനെ അയാൾക്ക് അതിന് കഴിവില്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലായിരിക്കണം. അത് ഒന്നുമല്ല. ഇവിടെ നിന്നിട്ട് വെറുതെ അങ്ങോട്ട് കുടിക്കോയിക്കോന്ന് പറയാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ഇണയാക്കി തുണയാക്കി ഹലാലാക്കി കൊണ്ടുവന്ന പെണ്ണിനെ ഒരു കാരണമില്ലാതെ കുടിക്കോയിക്കോന്നും പറഞ്ഞിട്ട് മുത്തലാഖ് വിട്ടാ. മുത്തലാഖ് ഇസ്ലാമിലില്ല. ഇല്ല. ഇതെന്ത് ഔലിയാണ്? ഓരോ പോയത്തരങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുക. ഞാൻ മാത്രമല്ല, ഒരു ഹോട്ടലിൽ പോയിട്ട്
നമുക്കിപ്പോ എന്തെങ്കിലും വെസ്കാണ് നമ്മളെ കയ്യിൽ പൈസ അല്ലെങ്കിൽ നമ്മള് ആരെഴുതാണെങ്കിലും മരിച്ചിന ഒരവസ്ഥ വരികയാണെന്ന് നമ്മൾ ചോദിക്കും, വെസ്റ്റിലിട്ട് എന്തെങ്കിലും തരുമെന്ന് ചോദിക്കും. അപ്പൊ ഇത്ര ഇറക്കലൊന്നും അല്ല, ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതെ. അപ്പോ ഇയാള് വെസ്നപ്പോ ഇനി വെസ്നിട്ടാണോ അറിയില്ല, ദുൽമാട്ടിക്കാണെന്ന് അറിയില്ല, ഒരു ഹോട്ടലിൽ കയറിയിട്ട് പള്ളർച്ചടുത്ത് തിന്നിട്ട് ഇറങ്ങിയിട്ട് പോവുക. എന്താപ്പോ ഇത് പാപ്പാന്റെ കടയല്ലേ, മണ്ടിണ്ട് വരിക, അലമാരണ്ട് തുറക്കുക, ഉണ്ടണ്ട് തിന്നാന്ന് പറഞ്ഞ മാതിരി അതില് കടക്കാരൻ പിടിച്ചു വെച്ചു. പൈസ വെക്കാറുന്നു. അപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇത് കറാമത്തായിട്ടല്ലേ ഇവര് പറയണത്, പൊട്ടന്മാര്. ആ എന്നിട്ട് തുണിയും കുപ്പായൊക്കെ ഊരി വാങ്ങി, ഒരു വള്ളി ട്രൗസർ ഇനി വിട്ടോന്ന് പറഞ്ഞു. ഒരു ഔലിയുടെ കഥയാണ് ഇപ്പത്. അതില് ഇതിന്റെ കറാമത്ത് തന്നെയാണ്. മൂപ്പര് പിന്നെ പോണ പോക്കിലൊന്ന് തിരിഞ്ഞു നോക്കി, ഇത്രേ തിരിഞ്ഞു നോക്കിയേക്ക് ഹോട്ടലാണ്ട് കത്തിന്ന്. അപ്പൊ എന്താ, ഈ ഹിന്ദു ഐതിഹ്യത്തില് ഒരു സംഭവം ഉണ്ട്, അവരുടെ ഒരു ആരാധനാമൂർത്തിയാണ് ഒരു പരമശിവൻ. പരമശിവൻ രണ്ട് കണ്ണുകൊണ്ടേ നോക്കുള്ളൂ, മൂന്നാമത്തെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ അക്കട് കത്തിപ്പോവും. അപ്പൊ ഇതെന്താണ്, ഖുറാഫികളെ പരമശിവനോ? അത് പോട്ടെ, ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന പണിക്കാരനും ആ ഹോട്ടൽ ജീവനക്കാരും മുതലാളിയും അവിടുത്തെ സാധനങ്ങളും ഇതൊക്കെ അനാവശ്യമായിട്ടാണ് കത്തിച്ചാലാണ്. എന്ത് മൊയന്തൗലിയാണിത്? അതല്ല, അതിനേക്കാളും വലിയ രസം ഇപ്പൊ ഇയാൾക്ക് എപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഭൂരിപക്ഷം ആൾക്കാരും. ഇവിടെ അവിടെ ഗസയിൽ അതാ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു, കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരു എന്തെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ എത്ര എളുപ്പമുണ്ട് ഇപ്പൊ അവിടെ നേരാക്കാന്. ചിന്ത പോടുന്നില്ല. അതല്ല, ഒരു വഹാബികളാണ്. അതിനൊക്കെ ഒരു ന്യായീകരണം ഉണ്ടാക്കും. എന്തിന് ഇപ്പൊ അടുത്ത ഔലിയാകാൻ നടക്കണ ഒരു കാക്കണ്ടല്ലോ, മൂപ്പര നിമിഷപ്രിയയുടെ കാര്യത്തിൽ നുണയും പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്തായി? അത് ഹൂത്തികൾ നടത്തുന്ന ഒരു തരികിടയാണ്. ഹൂത്തികൾക്ക് പിന്നെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടാവുമല്ലോ, ജിന്നും തൊട്ടായിട്ട് എന്ത് ചെയ്യാ ചോദിച്ചും കൊണ്ട് കിടക്കുന്ന ഒരു പരിപാടി, ദപ്പ കിട്ടും ആ പരിപാടിയാണ്. ഞങ്ങൾ ദപ്പ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികള് ഈ ഹൂത്തി സർക്കാരുമായിട്ട് ആ ഭാഗത്ത് ഹൂത്തി, അതായത് റിബൽ സർക്കാരാണ്, കരിമ്പട്ടികയിലുള്ള ഭീകര പട്ടികയിലുള്ള ടീമാണ് ഈ ഹൂത്തികള്. സൗദി അറേബ്യ അവരുടെ എതിരാണ്. എന്നാൽ യമന്റെ ഔദ്യോഗിക ഭരണകൂടം സൗദിയോട് സപ്പോർട്ടാണ്. അപ്പോ ഈ ഹൂത്തികളുമായിട്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തില് ഇന്ത്യൻ സർക്കാർ ഒരു ചർച്ച ചെയ്തു കഴിഞ്ഞാല് അത് ഹൂത്തികൾക്ക് വലിയ മൈലേജ് ആണ്. അതിന് വേണ്ടിയുള്ള അടവാണ്, അതൊരു പ്രൊപ്പഗണ്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഈ എന്താണ്, തലാൽ അബ്ദു മഹദിയുടെ ഒരു സഹോദരനുണ്ട്, അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്നവനെ ഇതിന് ഫേസ്ബുക്ക് ഐഡിയും ഉണ്ടാക്കി വിട്ടിക്കാണ്. ഓം വിടാൻ പാടില്ല, രക്തത്തിന് രക്തം, പല്ലിന് പല്ല് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊല്ലണം, അപ്പൊ കൊല്ലണം, നാളെ കൊല്ലണം. അതിന്റെ ഇടയില് ഒരു അബീബ് ഉമർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അവിടുത്തെ ഒരു ഷെയ്ഖാണ്. ആള് ഇവിടെ വരുന്നുണ്ട് എന്ന് എഴുതിയിട്ട് ഇവര് എഴുതിയിരിക്കണ ഇവരെ പോലെ ഖുറാഫിയാണെന്നാ. അയാള് തബ്ലീഗുകാരനാണ്. അതായത് ഇവര് പച്ച തെറി പറയണ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാനെ ഈ ഞാൻ പറഞ്ഞ അതേ രൂപത്തിൽ റഹിമഹുല്ല ചേർത്താണ് അദ്ദേഹത്തിന്റെ ഇതിൽ പറയുള്ളൂ. അബ്ദുൽ വഹാബ് റഹിമഹുല്ലാനെ തന്നെ പറയാ. അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദാണ്. പിന്നെ പിഴച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പോരാട്ടം നടന്നു അയാളുടെ കൈ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ഉത്തരവാദിയല്ലോ. എന്തോട്ടെ, അത് മറ്റൊരു കഥയാണ്. ഈ മനുഷ്യനായിട്ട് ഇയാൾക്ക് എന്തോ ചെറിയ ഇടപാടുണ്ട്. ഇയാളെ മർക്കസിൽ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാൾ ഫോൺ എടുത്തിട്ട് വിളിച്ചിക്കണു, അതിലൊന്ന് ഇടപെടാൻ പറഞ്ഞിക്കണു. അപ്പൊ അയാൾ ഇടപെട്ടിക്കണ എവിടെ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞാണ്. ഈ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ അതിന്റെ അനന്തര മറ്റുള്ള ആളുകളെല്ലാം അതിന് മാപ്പ് കൊടുക്കണം. ഒരാൾ പോലും ബ്ലഡ് മണി വാങ്ങിച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അനന്തര ആൾക്കാർ അതിന് സമ്മതം മൂടണം. ബ്ലഡ് മണി വാങ്ങിയിട്ടാണെങ്കിലും നിരുപാധികാണെങ്കിലും. അപ്പോ അവർ 600 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്ത് ഈ മറ്റൊരു ഭാഗത്താണുള്ളത്. ഈ ഇവിടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പോലെ തന്നെ അവിടെ തലാൽ ആക്ഷൻ കൗൺസിലും ഉണ്ട്. അതിന്റെ പ്രതിനിധികളെ അടുത്താണ് ഇവര് പോയിക്കണത്. ആർക്കെങ്കിലും ഇപ്പോ ഇന്നത്തെ കാലത്ത് പിന്നെ ഇവിടുത്തെ 1 ഉറുപ്പ്യ അവിടെ 16 18 ഉറുപ്പ്യാണ്.
അവിടെ പിന്നെ പൊളിഞ്ഞടക്കാണ്. പറ്റ അപ്പൊ ഒരു 1,00,000 ഉറുപ്പ്യ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് അത് ഇരട്ടിയോളം ആകുകയല്ലേ. അപ്പൊ ആരും അതിനൊരു അനുകൂല റിപ്പോർട്ടൊക്കെ പറയും. അതാണ് അവിടുത്തെ അവസ്ഥ. അത് ഇവര് മുതലെടുക്കുക. അല്ലാണ്ട് ഔലിയാണിച്ചെങ്കിൽ അതുകൊണ്ട് കാറ്റി തരണ്ടേ. ഇവ മൂപ്പർക്ക് ജാറുണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതുണ്ട്, അതിനല്ലേ പള്ളി ഉണ്ടാക്കി. എന്തോ ആട്ടെ, ഏതായാലും നിങ്ങളായിട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കുറെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുമാതിരി നമുക്ക് ഞാൻ കുറെ കാലമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം ഞങ്ങളോട് സംസാരിച്ചപ്പോ വളരെ ഒരു സമാധാനം, സന്തോഷം. ഇബ്രാഹിം സാഹിബ്, എനിക്ക് സാധാരണ വിളിക്കുന്ന ആളുകളിൽ ആ ഒരു ആളുകളെടുത്ത് സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് എനർജി ആയിട്ടാണ് ഞങ്ങളെടുത്ത് സംസാരിച്ചത്. എന്തുകൊണ്ടെന്ന് അറിയോ? ഈ ഇവരുടെ സംസക്കാരുടെ ഔലിയ എന്താണ് എന്നുള്ളത് അനുഭവസ്ഥനായ ഒരാൾ പറയുന്നതാണ് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇടാൻ പോണത്. ഇത് നിങ്ങൾക്ക് പുറത്ത് വിട്ടോളൂ. ഞാൻ അനുഭവസ്ഥനാണ്. എന്റെ കൂടെ പോകുന്ന ആൾക്കാർ, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ മൂത്ത പെങ്ങളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മയെ മരിച്ചിട്ടുള്ളൂ, ഉമ്മ മരിച്ചുപോയി. ഇതൊക്കെ നമ്മളെ അനുഭവസ്ഥ. ഇതിപ്പോ ഞങ്ങളോട് ഇതിങ്ങനെ ആൾക്കാരോട് പറയട്ടെ, ഇങ്ങനെ സംഗതികൾ നിങ്ങൾ വേണ്ടാത്ത വഴിക്ക് പോണ്ട എന്നുള്ളത് നിങ്ങളോടും കൂടെ എങ്ങനെ ലോകം അറിയട്ടെ എന്നുള്ള ഒരു വിശദീകരിച്ചുള്ളിനാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. പഠിച്ചവങ്ങൾക്ക് കയറിയട്ടെ. നമുക്ക് എല്ലാവരും നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വിട്ടട്ടെ. നിങ്ങളുടെ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി.